സ്റ്റാറും ഡെൽറ്റയും. ആ കണക്ഷനിലെ വ്യത്യാസം മാത്രമാണ്. സ്റ്റാർ എന്ന് വിളിച്ചാലും അല്ലെങ്കിൽ സ്റ്റാർ കണക്ഷൻ കൊടുത്താലും ഡെൽറ്റ കണക്ഷൻ കൊടുത്താലും, കണക്ഷൻ സ്റ്റാർ ആണെങ്കിലും ഡെൽറ്റ ആണെങ്കിലും 3 ഫേസ് കണക്ഷൻ തന്നെയാണ്. 3 ഫേസിന്റെ 2 ടൈപ്പ് കണക്ഷൻസിനെ പറയുന്ന പേരുകളാണ് സ്റ്റാർ എന്നും ഡെൽറ്റ എന്നും. സ്റ്റാറിന്റെ സിമ്പൽ ഇങ്ങനെയാണ്. സ്റ്റാർ കണക്ഷൻ ഒരു പേരും കൂടെ ഉണ്ട്, വൈ കണക്ഷൻ, WYE, അതാണ് സ്പെല്ലിംഗ്. സ്റ്റാർ കണക്ഷൻ അല്ലെങ്കിൽ വൈ കണക്ഷൻ. ഒരു വൈയുടെ സിമ്പൽ പോലെയാണ് സ്റ്റാറിന്റെ സിമ്പൽ. ഡെൽറ്റ കണക്ഷന് വേറെ പേരുകളൊന്നുമില്ല, ഇതാണ് ഡെൽറ്റ കണക്ഷന്റെ സിമ്പൽ. ബേസിക് സിമ്പലുകൾ മാത്രമാ, സർക്യൂട്ട് ഡയഗ്രമോ ഫിഗറോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമല്ല, സിമ്പലുകൾ മാത്രമാണ് നമ്മൾ വരച്ചത്. എന്തിനാണ് 3 ഫേസ് കണക്ഷൻ? നമ്മുടെ വീട്ടില് ഇപ്പൊ സപ്ലൈ കിട്ടുന്നുണ്ട്, നിങ്ങളുടെ വീട്ടിൽ KCB ഒരു സപ്ലൈ തരുന്നുണ്ട്. അത് 3 ഫേസ് കണക്ഷൻ ആയിരിക്കത്തില്ല, മിക്കവാറും സിംഗിൾ ഫേസ് കണക്ഷൻ ആയിരിക്കും. ഒരു ഫേസും ഒരു ന്യൂട്രലും, ഇതാണ് നിങ്ങളുടെ സപ്ലൈ ടെർമിനൽസ് എന്ന് പറയുന്നത്. നിങ്ങളുടെ വീട്ടിലേക്ക് പോസ്റ്റിൽ നിന്ന് കടന്നു വരുന്ന ഒരു ഫേസ് എന്ന് പറയുന്ന ഒരു കണ്ടക്ടർ ഉണ്ട്. നിങ്ങളുടെ വീട്ടിലെ എല്ലാ എക്യുപ്മെന്റ്സിലും കയറി കഴിഞ്ഞ് തിരിച്ചത് നിങ്ങളുടെ വെളിയിലുള്ള മീറ്റർ ബോർഡിലുള്ള ന്യൂട്രൽ എന്ന് പറഞ്ഞൊരു പോയിന്റിലാണ് വന്ന് അവസാനിക്കുന്നത്. അങ്ങനെ നോക്കുവാണെങ്കിൽ ഫേസും ന്യൂട്രലും ആണ് നിങ്ങളുടെ വീട്ടിലെ സപ്ലൈ ടെർമിനൽസ്. ചുരുക്കം പറഞ്ഞാൽ സിംഗിൾ ഫേസ് കണക്ഷൻ, നമ്മുടെയൊക്കെ വീടുകളിൽ മിക്കവാറും ഉള്ള കണക്ഷൻസ് സിംഗിൾ ഫേസ് കണക്ഷനാണ്. സിംഗിൾ ഫേസ് കണക്ഷന്റെ സപ്ലൈ ടെർമിനൽസ് ഫേസും ന്യൂട്രലും ആണ്. നമ്മുടെ വീട്ടിൽ സിംഗിൾ ഫേസ് ആയതുകൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? പവർ കിട്ടുന്നില്ലേ? എല്ലാ എക്യുപ്മെന്റ്സും വർക്ക് ചെയ്യുന്നില്ലേ? ഇലക്ട്രിക്കൽ പവർ ആവശ്യമുള്ളപ്പോഴെല്ലാം നമ്മൾ ഉപയോഗിക്കുന്നില്ലേ? പിന്നെ എന്തിനാണ് 3 ഫേസ് എന്ന് പറഞ്ഞ ഒരു കണക്ഷന്റെ ആവശ്യം? നോക്കാം. KCBയുടെ റൂൾ അനുസരിച്ച്, KCBയുടെ റൂൾ എന്ന് പറയുന്നത് ഇന്ത്യൻ ഇലക്ട്രിസിറ്റി ആക്ട് ആണ്. ഇന്ത്യയിൽ ഇലക്ട്രിസിറ്റി റെഗുലേഷൻ ഡിസ്ട്രിബ്യൂഷനെ സംബന്ധിച്ചുള്ള നിയമങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് അതേ റൂൾ തന്നെയാണ് KCB ഫോളോ ചെയ്യുന്നത്. 5000 വാട്ടിൽ കൂടുതലാണ് നിങ്ങളുടെ വീട്ടിലെ പവർ എന്നുണ്ടെങ്കിൽ കണക്ഷൻ 3 ഫേസ് ആക്കണം. നിയമം അങ്ങനെയാണ്. 5000 വാട്ടിൽ കൂടുതലാണ്. 5000 വാട്ട് എന്ന് പറയുന്നതിന് പകരം 5 കിലോ വാട്ട് എന്ന് പറഞ്ഞാലും ഓക്കെ. 5000 വാട്ട് രണ്ടും ഒരേ കാര്യം തന്നെയാണ്. കിലോ എന്ന് പറഞ്ഞാൽ 1000. 5000 വാട്ട് അല്ലെങ്കിൽ 5 കിലോ വാട്ട് ആണ് നിങ്ങളുടെ വീട്ടിലെ, അതിന് മുകളിലാണ്, 5 കിലോ വാട്ടിന് മുകളിലാണ് നിങ്ങളുടെ വീട്ടിലെ ലോഡെങ്കിൽ കണക്ഷൻ 3 ഫേസ് ആക്കണം എന്നാണ് KCB പറഞ്ഞിരിക്കുന്നത്. ഓക്കെ ആണ്. നിങ്ങളുടെ വീട്ടിലെ ടോട്ടൽ ലോഡ് എങ്ങനെ അറിയുക? അതും കൂടെ ഒന്ന് പറഞ്ഞു തരുമോ? നിങ്ങളുടെ വീട്ടിലെ ടോട്ടൽ ലോഡ് എങ്ങനെ അറിയുക? പ്ലഗ് പോയിന്റുകൾ എണ്ണി നോക്കിയിട്ട്. അല്ലാതെ KCBക്ക് അറിയാൻ പറ്റത്തില്ലല്ലോ നിങ്ങൾ ഏതൊക്കെ എക്യുപ്മെന്റ് ആ ഉപയോഗിക്കുന്നത്. നിങ്ങളുടെ വീട്ടിലെ പ്ലഗ് പോയിന്റുകൾ, 3 പിൻ പോയിന്റ്, നോർമൽ 3 പിൻ സോക്കറ്റുകൾ എത്ര എണ്ണം, പ്ലഗ് പോയിന്റുകൾ എത്ര എണ്ണം, പവർ പോയിന്റ്, നിങ്ങൾ ഫ്രിഡ്ജും മിക്സിയും വാഷിംഗ് മെഷീനും ഒക്കെ കുത്തുന്ന പോയിന്റ് കുറച്ചും കൂടെ പവർ കൂടിയ പവർ സോക്കറ്റ് ആയിരിക്കും. പവർ സോക്കറ്റുകൾ എത്ര എണ്ണം, അതൊക്കെ മൊത്തത്തിൽ എണ്ണി നോക്കിയിട്ടാണ് നിങ്ങളുടെ ടോട്ടൽ ലോഡ് KCB കണക്ക് കൂട്ടുക. പക്ഷെ KCB കണക്ക് കൂട്ടുന്ന ലോഡാണോ നിങ്ങളുടെ ടോട്ടൽ ലോഡ്? ആണോ? KCB കണക്ക് കൂട്ടുന്ന ലോഡാണോ നിങ്ങളുടെ ടോട്ടൽ ലോഡ്? അല്ല, കുറച്ച് കൂടുതലേ വരത്തുള്ളൂ. എന്തുകൊണ്ടാ? നമ്മുടെ എല്ലാം വീട്ടിലൊരു സാധനമുണ്ട്, എക്സ്റ്റൻഷൻ കോഡ് ഇല്ലേ? നിങ്ങളുടെ വീട്ടിലില്ലേ? യഥാർത്ഥത്തിൽ ഒരു 3 പിൻ സോക്കറ്റിൽ നിന്ന് ഒരു കണക്ഷനെ എടുക്കാൻ പാടുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് ഒരു 3 പിൻ സോക്കറ്റ് അവിടെ വെച്ചിരിക്കുന്നത്. പക്ഷേ എക്സ്റ്റൻഷൻ കോഡ് കുത്തിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യും? അതേ സോക്കറ്റിൽ നിന്ന് മൊബൈൽ ചാർജ് ചെയ്യും, ചിലപ്പോൾ ലാപ്ടോപ്പ് ആയിരിക്കും ലാപ്ടോപ്പ് ചാർജ് ചെയ്യും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു കാര്യത്തിനും കൂടെ അവിടുന്ന് തന്നെ സപ്ലൈ കുത്തിയെടുത്ത് ഉപയോഗിക്കും. യഥാർത്ഥത്തിൽ അങ്ങനെ ഉപയോഗിക്കാൻ പാടില്ല. ഉപയോഗിച്ചാലും ആ പ്ലഗ് പോയിന്റിൽ നിങ്ങൾ നോർമലി എടുക്കേണ്ട പവർ മാത്രമേ മൊത്തത്തിൽ എടുക്കാവൂ. പക്ഷെ നമ്മൾ കുറച്ചുകൂടെ പവറൊക്കെ എടുക്കും. അങ്ങനെ നോക്കുവാണെങ്കിൽ നമ്മുടെ ലോഡ് KCB കാൽക്കുലേറ്റ് ചെയ്യുന്ന ലോഡുമായിട്ട് ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും, എന്നാലും സാരമില്ല. അപ്പം 5000 വാട്ട് അല്ലെങ്കിൽ 5 കിലോ വാട്ടിന് മുകളിലാണ് നിങ്ങളുടെ വീട്ടിലെ ലോഡ് എന്നുണ്ടെങ്കിൽ കണക്ഷൻ 3 ഫേസ് ആക്കണം എന്നാണ് KCB പറയുന്നത്. അപ്പോൾ വാട്ട് ഈസ് ദ
നീഡ് ഓഫ് എ ത്രീ ഫേസ് കണക്ഷൻ. ത്രീ ഫേസ് കണക്ഷന്റെ ആവശ്യം എന്താണ്? ത്രീ ഫേസ് കണക്ഷൻ കൂടുതലും കൊടുക്കപ്പെടുന്ന അല്ലെങ്കിൽ ത്രീ ഫേസ് കണക്ഷൻ കൂടുതൽ ആവശ്യമായി വരുന്നത് ലാർജ് വോൾട്ടേജസ് അല്ലെങ്കിൽ ലാർജ് പവറിന്റെ കേസുകളിലാണ്. ലാർജ് വോൾട്ടേജസ് അല്ലെങ്കിൽ ഹൈ വോൾട്ടേജ് ഹൈ പവർ ഈ കേസുകളിലാണ് കൂടുതലും ത്രീ ഫേസ് കണക്ഷൻ ആവശ്യമായിട്ട് വരിക. വോൾട്ടേജ് കൂടുകയാണെങ്കിൽ ത്രീ ഫേസ് കണക്ഷൻ ആവശ്യമായിട്ട് വരും. ഉദാഹരണത്തിന് നിങ്ങളുടെ വീട്ടിലേക്ക് സപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ് 230 വോൾട്ട് ആണെന്ന് നിങ്ങൾക്ക് അറിയാം. പക്ഷേ നോർമൽ ഹൗസ് ഹോൾഡ് നമ്മുടെ വീട്ടിലൊക്കെ ത്രീ ഫേസ് കണക്ഷൻ ഉള്ള ആൾക്കാരുണ്ട്. 5000 വാട്ടിൽ കൂടുതൽ ലോഡ് ഉള്ളവർ, വീട്ടിൽ 1 2 AC ഉള്ളവര്, മൈക്രോവേവ് ഓവനുകൾ കുറെ നമ്പേഴ്സ് ഉള്ളവര്, അങ്ങനെ അല്ലെങ്കിൽ വീട് കുറച്ച് ഏരിയ കൂടുതലുണ്ട്, ഒരുപാട് അപ്ലയൻസുകളുണ്ട്, എല്ലാ റൂമിലും എയർ കണ്ടീഷണർ ഉണ്ട്, അങ്ങനെയൊക്കെ ഉള്ള വീടുകളിൽ ലോഡ് ഈ 5000 വാട്ടിനേക്കാൾ കൂടുതലായിരിക്കുകയും കണക്ഷൻ ത്രീ ഫേസ് ആയിരിക്കുകയും ചെയ്യും. അവരുടെ വീട്ടിലെ സപ്ലൈ വോൾട്ടേജ് 230 അല്ല 415 വോൾട്ട് ആണ് സപ്ലൈ വോൾട്ടേജ്. ഡൊമസ്റ്റിക്, അതായത് നമ്മുടെ വീടുകളിൽ ത്രീ ഫേസ് കണക്ഷൻ KCB കൊടുക്കുന്നുണ്ടെങ്കിൽ 415 ആയിരിക്കും സപ്ലൈ വോൾട്ടേജ്. അപ്പൊ വോൾട്ടേജ് കൂടിയാൽ കണക്ഷൻ ത്രീ ഫേസിൽ കൊടുക്കണം. അതൊരു റൂൾ ഒന്നുമല്ല, അതിന് ചില കാരണങ്ങളുണ്ട്. വോൾട്ടേജോ പവറോ കൂടുമ്പോൾ ത്രീ ഫേസ് കണക്ഷൻ പ്രിഫർ ചെയ്യാൻ കുറച്ച് കാരണങ്ങളുണ്ട്. എന്തൊക്കെയാണ് ആ കാരണങ്ങളെന്ന് നോക്കാം. അഡ്വാൻറ്റേജസ് അല്ലെങ്കിൽ നീഡ് ഫോർ ത്രീ ഫേസ് കണക്ഷൻ. ത്രീ ഫേസ് കണക്ഷന്റെ ആവശ്യം എന്താണെന്ന് നോക്കാം. അതിനുശേഷം ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് പോവാം. ആദ്യത്തെ ആവശ്യം ലാർജ് വോൾട്ടേജസ് അല്ലെങ്കിൽ ലാർജ് പവേഴ്സ്. ലാർജ് വോൾട്ടേജസിലും ലാർജ് പവേഴ്സിലും കുറച്ചും കൂടെ എഫിഷ്യന്റ് ത്രീ ഫേസ് ആണ് സിംഗിൾ ഫേസിനേക്കാൾ. അതായത് നിങ്ങളുടെ വീട്ടിലെ ത്രീ ഫേസ് കണക്ഷൻ ആണെങ്കിൽ 415 വോൾട്ട് ആണ് സപ്ലൈ എന്ന് പറഞ്ഞു. 415 വോൾട്ട് സിംഗിൾ ഫേസിലും തരാം നമുക്ക് KCB. പക്ഷേ അതിനേക്കാൾ എഫിഷ്യന്റ് ആണ്, അതിനേക്കാൾ ലോസുകൾ കുറവായിരിക്കും, നഷ്ടങ്ങൾ കുറവായിരിക്കും, പവർ ലോസ് കുറവായിരിക്കും അത് ത്രീ ഫേസ് ആയിട്ട് തന്നാൽ. ലാർജ് വോൾട്ടേജസിനും ലാർജ് പവേഴ്സിനും ത്രീ ഫേസ് കണക്ഷൻ ആണ് കുറച്ചും കൂടെ എഫിഷ്യന്റ്. മെക്കാനിക്കലുകാർക്കും എഫിഷ്യൻസി എന്ന് പറയുന്ന വാക്കിനെ പറ്റി കൃത്യമായിട്ട് അറിയാം. എന്താണ് എഫിഷ്യൻസി എന്നുള്ളത് നിങ്ങൾക്കും അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് അതിനെപ്പറ്റി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. ലാർജ് വോൾട്ടേജസിലും ലാർജ് പവേഴ്സിലും കുറച്ചും കൂടെ എഫിഷ്യന്റ് ആയ കണക്ഷൻ ത്രീ ഫേസ് ആണ് കമ്പയർഡ് ടു സിംഗിൾ ഫേസ്. സിംഗിൾ ഫേസിനെ കമ്പയർ ചെയ്താൽ. 2, കണ്ടക്ടർ സൈസ്. ആവശ്യമുള്ള കണ്ടക്ടറിന്റെ ഏരിയ കൂട്ടി നോക്കുവാണെങ്കിൽ, പക്ഷെ ഒരു ജനറൽ കാര്യം നോക്കുവാണെങ്കിൽ സിംഗിൾ ഫേസിന് 2 കണ്ടക്ടേഴ്സ് മതി, ഫേസും ന്യൂട്രലും. ത്രീ ഫേസ്, അതിനകത്ത് ഫേസ് തന്നെ എത്ര എണ്ണം ഉണ്ട്? പേരിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഫേസ് തന്നെ എത്ര എണ്ണം? 3 എണ്ണം ഉണ്ട്. അങ്ങനെ നോക്കുവാണെങ്കിൽ അതിന് തന്നെ വേണം 3 കണ്ടക്ടർ. ചിലപ്പോൾ ഒരു ന്യൂട്രലും കൂടെ കാണാം. ന്യൂട്രൽ കാണാം, കാണാതിരിക്കാം. ആവശ്യം ഉണ്ടെങ്കിൽ മാത്രമേ ന്യൂട്രൽ നമ്മൾ ഉപയോഗിക്കാറുള്ളൂ. RYB ഇങ്ങനെയാണ് നമ്മൾ ഫേസിന് 3 ഫേസുകളുടെ പേര് മാർക്ക് ചെയ്യുക. റെഡ്, യെല്ലോ, ബ്ലൂ 3 കളേഴ്സ് ആണ്. ഇന്ത്യൻ ഇലക്ട്രിസിറ്റി ആക്ട് അനുസരിച്ച് ത്രീ ഫേസ് വയറിംഗ് ആണ് ചെയ്യുന്നതെങ്കിൽ ത്രീ ഫേസ് വയറിംഗിൽ ഉപയോഗിക്കുന്ന 3 ഫേസ് വയറുകളുടെ നിറം റെഡ്, യെല്ലോ, ബ്ലൂ ആയിരിക്കണം. ABC എന്ന് റെപ്രസെന്റ് ചെയ്യാറുണ്ട്. ഒന്നെങ്കിൽ RYB അല്ലെങ്കിൽ ABC എന്നായിരിക്കും കണ്ടക്ടർ, ന്യൂട്രലും കൂടെ. അങ്ങനെ നോക്കുവാണെങ്കിൽ ത്രീ ഫേസിൽ മിനിമം, ന്യൂട്രൽ ഇല്ലെങ്കിൽ തന്നെ മിനിമം എത്ര കണ്ടക്ടർ ഉണ്ട്? 3. ഇവിടെയോ സിംഗിൾ ഫേസിലോ? വിത്ത് ന്യൂട്രൽ 2. വിത്ത് ന്യൂട്രൽ. സിംഗിൾ ഫേസ് ന്യൂട്രൽ ഉണ്ടായാലേ പറ്റത്തുള്ളൂ. കാര്യം തിരിച്ചു വരാൻ വരെ വകുപ്പില്ല. ഒരു കണ്ടക്ടർ മാത്രമായിട്ട് ഒരു കണക്ഷൻ കൊടുക്കാൻ പറ്റത്തില്ല. അപ്പൊ ന്യൂട്രൽ കൂടെ ഉണ്ടെങ്കിൽ കാര്യം നടക്കും. ഇനി പറഞ്ഞേ, ആർക്കാ കണ്ടക്ടർ സൈസ് കൂടുതൽ വേണ്ടത്? ത്രീ ഫേസ്. നമുക്ക് കാണുമ്പോൾ അങ്ങനെ തോന്നും, പക്ഷെ കണ്ടക്ടർ സൈസ് കൂടുതൽ വേണ്ടത് സിംഗിൾ ഫേസിനാണ്. ഫോർ ലാർജ് പവേഴ്സ്, കണ്ടക്ടർ സൈസ് ലാർജ് പവറിനാണെങ്കിൽ കൂടുതൽ വേണ്ടത് സിംഗിൾ ഫേസിനാണ്. അതെങ്ങനെ ശരിയാകും നോക്കാം. ലാർജ് പവർ ആണെങ്കിൽ സിംഗിൾ ഫേസിൽ ഉപയോഗിക്കുന്ന കണ്ടക്ടറിന് ഡയമീറ്റർ കൂടുതലായിരിക്കണം, കട്ടി കൂടുതലായിരിക്കണം. നല്ല ഡയമീറ്റർ ഉള്ള കണ്ടക്ടറെ ഉപയോഗിക്കാൻ പറ്റും. പക്ഷെ അതേ പവർ ട്രാൻസ്മിറ്റ് ചെയ്യാൻ, അതേ പവർ സപ്ലൈ ചെയ്യാൻ ത്രീ ഫേസ് ആണെന്നുണ്ടെങ്കിൽ 3 കുഞ്ഞി കണ്ടക്ടേഴ്സ് മതി. മൊത്തം ഏരിയ കൂട്ടി നോക്കിയാൽ ആർക്കായിരിക്കും കൂടുതൽ?
സിംഗിൾ ഫേസ്. സിംഗിൾ ഫേസിനായിരിക്കും കൂടുതൽ. സിംഗിൾ ഫേസിനായിരിക്കും കണ്ടക്ടർ സൈസ് കൂടുതൽ. അപ്പൊ അതും കൂടെ എഴുതിയേക്കോ. ഇൻ ലാർജർ പവേഴ്സ് കണ്ടക്ടർ സൈസ് ഈസ് മോർ. ആർക്കാണ്? കണ്ടക്ടർ സൈസ് ഈസ് മോർ ഫോർ സിംഗിൾ ഫേസ്. ലാർജ് പവർ ട്രാൻസ്മിഷനിൽ സിംഗിൾ ഫേസിന് കണ്ടക്ടർ സൈസ് കൂടുതൽ വേണ്ടി വരും. കാരണം കട്ടിയുള്ള കണ്ടക്ടർ വെച്ച് വേണം ആ കണക്ഷൻ കൊടുക്കാനായിട്ട്. അതേസമയം 3 ഫേസിന് കുഞ്ഞി കട്ടി കുറഞ്ഞ ഡയമീറ്റർ കുറഞ്ഞ, നീളം കുറഞ്ഞെന്നല്ല, ഡയമീറ്റർ കുറഞ്ഞ കണ്ടക്ടർ മതി. ഏരിയ കൂട്ടി നോക്കുവാണെങ്കിൽ ലാർജ് പവർ ട്രാൻസ്മിഷനിൽ കൂടുതൽ കണ്ടക്ടർ സൈസ് സിംഗിൾ ഫേസിനാണ്. അതും 3 ഫേസിന് ഒരു നല്ല കാര്യമാണ്. 3 ഫേസിന് കണ്ടക്ടർ സൈസ് കുറവാണ്. എഫിഷ്യൻസി കൂടുതൽ, കണ്ടക്ടർ സൈസ് കുറവ്. മൂന്നാമത്തെ 3 ഫേസിന്റെ ഗുണം ഒരു പ്രത്യേക മോട്ടറുമായിട്ട് ബന്ധപ്പെട്ട കാര്യം. ഇത് നമ്മുടെ സിലബസിലുണ്ട്. മോഡ്യൂൾ 5 മെഷീൻസ് തുടങ്ങുന്ന സമയത്തുള്ള സിലബസിലാണ് ഇൻഡക്ഷൻ മോട്ടറിനെ പറ്റി പറഞ്ഞേക്കുന്നത്. ഇൻഡക്ഷൻ മോട്ടർ നമുക്ക് പഠിക്കാനുള്ള മോട്ടറാണ്. ആ മോഡ്യൂളിൽ എത്തുന്ന സമയത്ത് നമുക്ക് വിശദീകരിച്ച് പഠിക്കാം. ഇവിടെ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കൊച്ചു പോയിന്റ് മാത്രമാണ് പറയുന്നത്. ഇൻഡക്ഷൻ മോട്ടറുമായിട്ട് ബന്ധപ്പെട്ട് 3 ഫേസിൽ ഒരു ഗുണമുണ്ട്. ഇൻഡക്ഷൻ മോട്ടറുകൾ 2 തരമുണ്ട്. ഒന്ന് 3 ഫേസും 2 സിംഗിൾ ഫേസ്. നമ്മുടെ വീട്ടിൽ ഇൻഡക്ഷൻ മോട്ടർ ഉപയോഗിക്കുന്നുണ്ടോ? വാട്ടർ പമ്പ്. മോട്ടർ പമ്പ് ഇൻഡക്ഷൻ മോട്ടർ ആയിരിക്കാം. അതെ, ഇൻഡക്ഷൻ മോട്ടർ. പിന്നെ ഫാനിൽ ഇൻഡക്ഷൻ മോട്ടർ. ഇൻഡക്ഷൻ മോട്ടറിന്റെ ടൈപ്പിനെ പറ്റി വരെ നമ്മൾ വിശദീകരിച്ച് പഠിക്കുവേ. മിക്സിയിൽ ഉപയോഗിക്കുന്ന മോട്ടർ ഇൻഡക്ഷൻ മോട്ടർ അല്ല, അത് യൂണിവേഴ്സൽ മോട്ടറാണ്. അപ്പൊ ആ 2 കാര്യങ്ങൾ ബേസിക് ആയിട്ട് എവിടെയെങ്കിലും ചെറുതായിട്ടൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കോ. അങ്ങനെയൊക്കെ ചോദിക്കാൻ ചാൻസ് കുറവാ. എങ്കിലും ആപ്ലിക്കേഷൻ ഇതാണെന്നും പറഞ്ഞൊരു ക്വസ്റ്റ്യൻ ചോദിച്ചാലോ. ഫാനിൽ ഉപയോഗിക്കുന്ന മോട്ടർ ബേസിക്കലി ഇൻഡക്ഷൻ മോട്ടറാണ്. ഇൻഡക്ഷൻ മോട്ടർ ഡീറ്റെയിൽ ആയിട്ട് പഠിപ്പിക്കുമ്പോൾ ഞാൻ അതിന് കൊള്ളാവുന്ന ഒരു പേരും കൂടെ പറഞ്ഞു തരുവേ. യഥാർത്ഥ പേര് ഇൻഡക്ഷൻ മോട്ടർ തന്നെയാണ്. ഇൻഡക്ഷൻ മോട്ടറിന്റെ ഏത് ടൈപ്പ് ആണെന്നും കൂടെ നമ്മൾ അറിഞ്ഞിരിക്കണം. ഫാനിൽ ഉപയോഗിക്കുന്ന, സീലിംഗ് ഫാനിൽ ഉപയോഗിക്കുന്ന അല്ലെ ടേബിൾ ഫാനിൽ ഉപയോഗിക്കുന്ന ഇൻഡക്ഷൻ മോട്ടർ ഏത് ടൈപ്പ് ആണെന്നും കൂടെ നമ്മൾ അറിഞ്ഞിരിക്കണം. ഒരു കാര്യം കൂടെ, നമ്മുടെ ക്രിക്കറ്റ് കളിയൊക്കെ നടക്കുന്ന സമയത്ത് പുതിയ പുതിയ ഫാനുകളുടെ പരസ്യം കാണിക്കുന്ന കണ്ടിട്ടുണ്ടോ? ആ ഫാൻ, ഈ പുതിയ ന്യൂ ജനറേഷൻ ഫാനുകളിൽ കൂടുതലും BLDC ഫാൻസാ, ബ്രഷ്ലെസ് DC മോട്ടറാണ്. എന്ന് പറഞ്ഞാൽ റീചാർജബിൾ ഫാൻസാ. നമ്മുടെ കയ്യിൽ നമ്മുടെ റീചാർജബിൾ ഫാൻ ആയിട്ടുള്ള ടേബിൾ ഫാൻ ഉണ്ട്, അത് മിക്ക ആൾക്കാർക്കും അറിയായിരിക്കും. പക്ഷെ സീലിംഗ് ഫാൻ തന്നെ ഇനി വരാൻ പോകുന്ന സീലിംഗ് ഫാനുകളുടെ ടെക്നോളജി എല്ലാം റീചാർജബിൾ ആണ്. ഇൻഡക്ഷൻ മോട്ടറിനെ മാറ്റിയിട്ട് DC മോട്ടർ വെച്ചിട്ടാ വരുന്നത്. പക്ഷെ നോർമലി PSC ചോദിക്കുന്ന ചോദ്യങ്ങളുടെ ഉത്തരം ഇൻഡക്ഷൻ മോട്ടർ തന്നെയായിരിക്കും. സീലിംഗ് ഫാനിൽ ഉപയോഗിക്കുന്ന മോട്ടർ ഇൻഡക്ഷൻ മോട്ടർ. ഓക്കെ, ഇനി എന്താണ് 3 ഫേസുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഗുണമെന്ന് നോക്കാം. 3 ഫേസ് ഇൻഡക്ഷൻ മോട്ടർ ആർക്കെങ്കിലും അറിയാമെങ്കിൽ പറയൂ, ഓർമ്മ ഉണ്ടെങ്കിൽ പറയൂ. ഇലക്ട്രിക്കലുകാര് 3 ഫേസ് ഇൻഡക്ഷൻ മോട്ടർ സ്റ്റാർട്ടിങ്ങിന്റെ ഗുണമാണ്. ഒരു വാക്കും കൂടെ സ്റ്റാർട്ടിങ്ങിന്റെ കൂടെ. സെൽഫ് സ്റ്റാർട്ടിംഗ് ആണ്. 3 ഫേസ് ഇൻഡക്ഷൻ മോട്ടർ സെൽഫ് സ്റ്റാർട്ടിംഗ് ആണ്. അതായത് 3 ഫേസിന്റെ സപ്ലൈ മാത്രം കൊടുത്തേച്ചാൽ മതി, ആ ഫാൻ അങ്ങ് സ്റ്റാർട്ട് ആവും, അല്ലെങ്കിൽ 3 ഫേസ് ഇൻഡക്ഷൻ മോട്ടർ സ്റ്റാർട്ട് ആവും. പക്ഷേ സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടർ എന്തല്ല, നോട്ട് സെൽഫ് സ്റ്റാർട്ടിംഗ്. സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടർ ഈസ് നോട്ട് സെൽഫ് സ്റ്റാർട്ടിംഗ്. നമ്മുടെ വീട്ടിലെ ഫാനിന് സ്റ്റാർട്ട് ആവാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? നിങ്ങൾ സ്വിച്ച് ഇടുമ്പോൾ ഫാൻ കറങ്ങുന്നില്ലേ? സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടറാ. എന്തും കൂടെ വെച്ചിട്ടുണ്ട്, എന്തും കൂടെ വെച്ചിട്ടുണ്ട്, കപ്പാസിറ്ററും കൂടെ വെച്ചിട്ടുണ്ട്. ആ ഫാനിന്റെ കപ്പാസിറ്റർ ഇല്ലെങ്കിൽ അത് തന്നെത്താനെ സ്റ്റാർട്ട് ആവത്തില്ല. ഈ കപ്പാസിറ്റർ പോകുന്ന സമയത്ത് ചില സമയത്ത് നമ്മൾ ഒന്ന് തട്ടി കൊടുക്കാറുണ്ടല്ലോ ഫാനിനെ, ഇല്ലേ? ചിലപ്പോൾ ഫാൻ ഇടുമ്പോൾ കറങ്ങാത്തപ്പോൾ നമ്മൾ ഒന്ന് പുഷ് ചെയ്ത് കൊടുക്കാറുണ്ട്, ഏതെങ്കിലും ഒരു ബ്ലേഡിൽ ഒന്ന് തട്ടി കൊടുക്കാറുണ്ട്. അപ്പൊ അതങ്ങ് കറങ്ങും. ഇനിഷ്യൽ ടോർക്ക് കിട്ടാൻ വേണ്ടി, ആദ്യം കറങ്ങാനുള്ള ടോർക്ക് അയാൾക്ക് കിട്ടത്തില്ല. അത് കിട്ടണമെങ്കിൽ കപ്പാസിറ്റർ വേണം. അപ്പം നമ്മുടെ വീട്ടിലെ ഫാൻ സെൽഫ് സ്റ്റാർട്ടിങ് അല്ല, തന്നെത്താനെ സ്റ്റാർട്ട് ആകാനുള്ള കഴിവില്ല. ആരുടെയെങ്കിലും സഹായത്തോടെ സ്റ്റാർട്ട് ആവത്തുള്ളൂ. അങ്ങനെ സ്റ്റാർട്ട് ആക്കാൻ വേണ്ടിയിട്ട് അതിനകത്ത് വെച്ചേക്കുന്ന സാധനമാണ് കപ്പാസിറ്റർ. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. ഇൻഡക്ഷൻ മോട്ടർ പഠിക്കുമ്പോൾ നമുക്ക് വിശദമായിട്ട് അതിനെപ്പറ്റി പറയാം. ഇപ്പൊ അറിയേണ്ട കാര്യം, 3 ഫേസ് ഇൻഡക്ഷൻ മോട്ടർ ഈസ് സെൽഫ് സ്റ്റാർട്ടിംഗ്, സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടർ ഈസ് നോട്ട് സെൽഫ് സ്റ്റാർട്ടിംഗ്.
ഇങ്ങനെ ഏത് നോക്കിയാലും ലാർജ് വോൾട്ടേജോ ലാർജ് പവറോ വരുന്ന കേസുകളിൽ ആരാ ബെറ്റർ? സിംഗിൾ ഫേസ് ആണോ 3 ഫേസ് ആണോ? 3 ഫേസ്. 3 ഫേസ് എഫിഷ്യൻസി കൂടുതൽ 3 ഫേസിന്, കണ്ടക്ടർ സൈസ് കുറച്ച് മതി 3 ഫേസിന്. 3 ഫേസ് ഇൻഡക്ഷൻ മോട്ടോഴ്സ് തന്നെത്താനെ സ്റ്റാർട്ട് ആവും. സിംഗിൾ ഫേസിന് എഫിഷ്യൻസി കുറവാണ്, കണ്ടക്ടർ സൈസ് കൂടുതൽ വേണം, സെൽഫ് സ്റ്റാർട്ടിങ് ആവത്തുമില്ല. ഇങ്ങനെയൊക്കെ നോക്കുവാണെങ്കിൽ ലാർജ് പവർ അല്ലെങ്കിൽ ലാർജ് വോൾട്ടേജ് ഉപയോഗിക്കുന്ന കേസുകളിൽ 3 ഫേസ് ഉപയോഗിക്കുന്നതാണ് നല്ലത്. ഇതാണ് 3 ഫേസ് നമ്മൾ പഠിക്കാനുള്ള കാരണം, അല്ലെങ്കിൽ 3 ഫേസിന് ഒരു സ്വീകാര്യത വരാനുള്ള റീസൺ ഇതാണ്. 3 ഫേസിനെ വലിയ പവറുകളിൽ വ്യാപകമായി ഉപയോഗിക്കാനുള്ള റീസൺ ഇതൊക്കെയാണ്. ഇങ്ങനെയുള്ള അഡ്വാൻറ്റേജുകൾ ഉള്ളത് കൊണ്ടാണ് 3 ഫേസ് കണക്ഷനെ നമ്മൾ വ്യാപകമായിട്ട് ഉപയോഗിക്കുന്നത്. പറയാൻ വന്ന കാര്യം ഫുള്ള് പറഞ്ഞില്ല. 3 ഫേസ് കണക്ഷന് 2 ടൈപ്പ് കണക്ഷൻസ് ഉണ്ടെന്നാ പറഞ്ഞത്. സ്റ്റാർ കണക്ഷനെയാണ് നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത്. സ്റ്റാർ കണക്ഷൻ ബേസിക് ആയിട്ടുള്ള ഫിഗർ ഒന്ന് വരച്ചിരുന്നാൽ നന്നായിരിക്കും. വേറെ ഒന്നിനും വേണ്ടിയിട്ടല്ല. 2 ടൈപ്പ് വോൾട്ടേജുകളുണ്ട്, 2 പേരുള്ള വോൾട്ടേജുകളുണ്ട്. അത് ആരൊക്കെയാണെന്ന് അറിയാൻ വേണ്ടി മാത്രമാണ്. ഫിഗർ ഒന്നും കാണാതെ പഠിക്കേണ്ട കാര്യമില്ല. പക്ഷേ ബേസിക് ആയിട്ട് അറിഞ്ഞിരുന്നാൽ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന കൺസെപ്റ്റൽ ആയിട്ടുള്ള ചോദ്യങ്ങൾക്ക് മറുപടി നമുക്ക് എഴുതാൻ പറ്റും. അതിനുവേണ്ടി മാത്രം, മനസ്സിൽ പതിയാൻ വേണ്ടി മാത്രമാണ് ഫിഗർ വരയ്ക്കുന്നത്, കാണാതെ പഠിക്കാനല്ല. അത് പഠിച്ചുകൊണ്ട് പരീക്ഷയ്ക്ക് പോകാനും അല്ല. പക്ഷെ ആ ഫിഗർ എന്തോന്ന് അറിഞ്ഞിരുന്നാൽ കൊള്ളാം. സ്റ്റാർ കണക്ഷന്റെ കണക്ഷൻ നോർമലി ഇങ്ങനെയാ വരിക. ഇങ്ങനെ റെക്ടാങ്കുലർ ബോക്സ് വരയ്ക്കുന്നതുകൊണ്ട് വേറെ ഒന്നും വിചാരിക്കരുത്. ഇതിന് പകരം 3 റെസിസ്റ്റൻസ് വരച്ചാലും സ്റ്റാർ കണക്ഷനാ, 3 ഇൻഡക്ടർ വരച്ചാലും സ്റ്റാർ കണക്ഷനാ, 3 കപ്പാസിറ്റർ വരച്ചാലും സ്റ്റാർ കണക്ഷനാ. ഇൻഡക്റ്റൻസ് ആണോ കപ്പാസിറ്റൻസ് ആണോ റെസിസ്റ്റൻസ് ആണോ ഇവരെല്ലാം കൂടെ ആണോ എന്നൊന്നും അറിയാത്തതുകൊണ്ട് റെക്ടാങ്കുലർ ബോക്സ് വെച്ച് വരച്ചു എന്നേ ഉള്ളൂ. വേറെ ഒന്നും വിചാരിക്കണ്ട. ഇതാണ് സ്റ്റാർ കണക്ഷൻ. സ്റ്റാർ കണക്ഷനിലെ ടെർമിനൽസിന്റെ പേരും കൂടെ എഴുതാം. 3 ഫേസ് ഉണ്ട്, അപ്പൊ 3 ഫേസിന്റെ 3 ടെർമിനൽസ്. 3 ഫേസ് കണക്ഷൻ കൊടുക്കാൻ എടുത്ത 3 വയറുകൾ എന്ന് വിചാരിച്ചാൽ മതി. ടെർമിനൽ എന്നൊക്കെ പറയുമ്പോൾ വേറെ എന്തോ ആണെന്ന് തോന്നുന്നൊന്നുമില്ല. കണക്ഷൻ കൊടുക്കാൻ എടുത്ത 3 വയറുകൾ റെഡ്, യെല്ലോ, ബ്ലൂ. റെഡ്, യെല്ലോ, ബ്ലൂ. സ്റ്റാർ കണക്ഷനിൽ ഒരു കോമൺ പോയിന്റ് ഉണ്ട്. 3 ഫേസുകളും കൂട്ടിമുട്ടുന്ന ഒരു പോയിന്റ്. ആ പോയിന്റിനെ എന്ത് വിളിക്കും? ന്യൂട്രൽ. ന്യൂട്രൽ. ആ പോയിന്റിന് ന്യൂട്രൽ എന്നുള്ള പേര് നമ്മൾ ചാർത്തി കൊടുക്കുന്നതാണ്. നമ്മൾ അതിനെ ന്യൂട്രൽ ആക്കി മാറ്റുന്നതാ. യഥാർത്ഥത്തിൽ ആ പോയിന്റിന്റെ പേര് സ്റ്റാർ പോയിന്റ് എന്നാണ്. നമ്മൾ അതിനെ ന്യൂട്രൽ ആയിട്ട് ഉപയോഗിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. യഥാർത്ഥത്തിൽ ആ പോയിന്റിന്റെ പേര് സ്റ്റാർ പോയിന്റ് എന്നാണ്. പക്ഷെ നമ്മൾ പറയുമ്പോൾ ന്യൂട്രൽ എന്ന് പറഞ്ഞാൽ മതി, മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു എന്നേ ഉള്ളൂ. യഥാർത്ഥ പേര് സ്റ്റാർ പോയിന്റ് എന്നാ. പക്ഷെ എല്ലാ പുസ്തകങ്ങളിലും എല്ലാ ചോദ്യ പേപ്പറുകളിലും ആ പോയിന്റ് ന്യൂട്രൽ എന്നാ അറിയപ്പെടുന്നത്. അപ്പൊ 4 പോയിന്റുകൾ R, Y, B ന്യൂട്രൽ. ഓക്കെ ആണ്. യഥാർത്ഥ പേര് സ്റ്റാർ പോയിന്റ് എന്നാണ്. ഇനി ഞാൻ 2 വോൾട്ടേജുകളെയും കൂടെ ഈ പടത്തിൽ ഒന്ന് മാർക്ക് ചെയ്യുവാണ്. 2 വോൾട്ടേജുകൾ. ആറിനും വൈക്കും ഇടയ്ക്കുള്ള വോൾട്ടേജ്, അതിനെ VRY എന്ന് വിളിച്ചു. കുഴപ്പമില്ലല്ലോ. വോൾട്ടേജിന്റെ വിയും ആർക്കൊക്കെ ഇടയ്ക്കുള്ള വോൾട്ടേജ് ആണെന്ന് അറിയാൻ വേണ്ടി RY. ഓക്കെ ആണോ എല്ലാവർക്കും? മെക്കാനിക്കലുകാർക്ക് ഓക്കെ ആണോ മക്കളെ? അങ്ങനെ പേര് വിളിച്ചത് കുഴപ്പമൊന്നുമില്ലല്ലോ. ഓക്കെ ആണോ? ഇനി ഇവിടെ ഒരു വോൾട്ടേജ് ഉണ്ട്. അതായത് R എന്ന് പറഞ്ഞ ഫേസിനും ന്യൂട്രലിനും ഇടയ്ക്ക് ഒരു വോൾട്ടേജും കൂടെ ഉണ്ട്. അതിനെ ഞാൻ VRN എന്ന് വിളിച്ചു. ആ N എന്ന് പറയുന്ന വാക്ക് വോൾട്ടേജ് എഴുതുമ്പോൾ എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല. അതായത് VRN എന്ന് വിളിക്കുന്നതിന് പകരം VR എന്ന് മാത്രം പറഞ്ഞാലും അതിന്റെ അർത്ഥം ആറും ന്യൂട്രലും ആയിട്ടുള്ള വോൾട്ടേജ് എന്നാണ്. ഓക്കെ ആണ്. VRN എന്ന് എഴുതിയാലും വെറും VR എന്ന് എഴുതിയാലും അതിന്റെ അർത്ഥം ആറും ന്യൂട്രലും. വെറും VB എന്ന് എഴുതിയാൽ എന്താ അർത്ഥം? വെറും VB എന്ന് എഴുതിയാൽ എന്തായിരിക്കും അർത്ഥം? ആരൊക്കെ തമ്മിലുള്ള വോൾട്ടേജ് എന്നായിരിക്കും അർത്ഥം? VB എന്ന് മാത്രം. ബിയും ന്യൂട്രലും. ഓക്കെ ആണ്. അപ്പം 2 തരത്തിലുള്ള വോൾട്ടേജ് ഉണ്ട്. വോൾട്ടേജ് ബിറ്റ്വീൻ 2 ഫേസസ്, 2 ഫേസുകൾക്ക് ഇടയ്ക്കുള്ള വോൾട്ടേജും ഉണ്ട്. ഒരു ഫേസിനും ന്യൂട്രലിനും ഇടയ്ക്കുള്ള വോൾട്ടേജും ഉണ്ട്. അങ്ങനെ 2 തരത്തിലുള്ള വോൾട്ടേജ് ആണ് സ്റ്റാർ കണക്ഷനിൽ ഉള്ളത്. ഫിഗർ എല്ലാവരും വരച്ചു കഴിഞ്ഞു.
അങ്ങനെയാണെങ്കിൽ അവരുടെ പേരുകളും കൂടെ എഴുതിക്കോട്ടെ. ഇവരുടെ 3 പേരുടെ പേരും കൂടെ എഴുതി വെച്ചാൽ നന്നായിട്ട്. ഇസഡ് എന്ന് പറഞ്ഞ ക്വാണ്ടിറ്റി എന്താ? നിങ്ങൾക്ക് അറിയാലോ. ഇസഡ് എന്ന് പറഞ്ഞ ക്വാണ്ടിറ്റി എന്താ? ഇംപിഡൻസ്. ഇംപിഡൻസ്. ഇസഡ് ആർ എന്ന് എഴുതിയത് ഇത് ആർ ഫേസിന്റെ ഇംപിഡൻസ് ആയതുകൊണ്ടാണ്. ആർ ഫേസിന്റെ ഇംപിഡൻസ് എന്നുള്ള അർത്ഥത്തിലാ ഇസഡ് ആർ എന്ന് എഴുതിയത്. വൈ ഫേസിന്റെ ഇംപിഡൻസ് എന്നുള്ള അർത്ഥത്തിലാ ഇസഡ് വൈ എന്ന് എഴുതിയത്. ബി ഫേസിന്റെ ഇംപിഡൻസ് എന്നുള്ള അർത്ഥത്തിലാണ് ഇസഡ് ഡി എന്ന് എഴുതിയത്. 3 ഇംപിഡൻസുകൾ ഇസഡ് ആർ, ഇസഡ് വൈ, ഇസഡ് ബി. PSC കലണ്ടർ കണ്ടിരുന്നോ? മെയ് കഴിഞ്ഞ് ജൂണിലെ കലണ്ടർ വന്നില്ലേ? നോക്കിയോ? ജൂണിലെ കലണ്ടർ കണ്ടായിരുന്നോ? കണ്ടായിരുന്നു. ജൂണിലെ കലണ്ടറിലും പരീക്ഷയില്ല അല്ലെ? ഇല്ല. തൊട്ടടുത്ത മാസം വരും എന്ന് വിചാരിക്കാം. പടം എല്ലാവരും വരച്ചു കഴിഞ്ഞെന്ന് വിചാരിക്കുന്നു. ഓക്കെ ആണെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങൾ എഴുതാം. നേരത്തെ പറഞ്ഞ വോൾട്ടേജിന്റെ പേരുകൾ വെച്ചിട്ട് കുറച്ച് കാര്യങ്ങളും കൂടെ പറയാനുണ്ട്. വോൾട്ടേജ്, ആറിനും വൈക്കും ഇടയ്ക്കുള്ള വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് ബിറ്റ്വീൻ 2 ഫേസസ്, 2 ഫേസിനിടയ്ക്കുള്ള വോൾട്ടേജ്. 2 ഫേസിനിടയ്ക്കുള്ള വോൾട്ടേജിന്റെ പേരാണ് ലൈൻ വോൾട്ടേജ്. 2 ഫേസിനിടയ്ക്കുള്ള വോൾട്ടേജിന്റെ പേരാണ് ലൈൻ വോൾട്ടേജ്. VL എന്ന് വിളിക്കും. ലൈൻ വോൾട്ടേജ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. വോൾട്ടേജിന്റെ വിയും ലൈൻ എന്നുള്ളതിന്റെ എല്ലും. VL. 2 ഫേസിനിടയ്ക്കുള്ള വോൾട്ടേജുകളെ വിളിക്കുന്ന പേരാണ് ലൈൻ വോൾട്ടേജ്. VRY മാത്രമല്ല ലൈൻ വോൾട്ടേജ്. VYB അതും ലൈൻ വോൾട്ടേജാ. VBR അതും ലൈൻ വോൾട്ടേജാ. ഇവരെല്ലാവരും ലൈൻ വോൾട്ടേജസ്. ഒരു പേര് മാത്രമുള്ള, ഒരു അക്ഷരം മാത്രമുള്ള പേര് അല്ലെങ്കിൽ ഒരു ഫേസിന്റെ മാത്രം വോൾട്ടേജിനെ VR എന്ന് വിളിച്ചാലും VRN എന്ന് വിളിച്ചാലും സെയിം ആണ്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. VR അല്ലെങ്കിൽ VY അല്ലെങ്കിൽ VB ഒരു ഫേസിന്റെ കാര്യം മാത്രമേ ഇതിനകത്ത് പറഞ്ഞിട്ടുള്ളൂ. ആ വോൾട്ടേജിന്റെ പേരാണ് ഫേസ് വോൾട്ടേജ്. VPH, V സഫിക്സ് PH എന്ന് എഴുതും. ഫേസ് വോൾട്ടേജ്. സ്റ്റാർ കണക്ഷനിൽ 2 തരത്തിലുള്ള വോൾട്ടേജുകൾ ഉണ്ട്. ഒന്ന് ലൈൻ വോൾട്ടേജും മറ്റത് ഫേസ് വോൾട്ടേജ്. സ്റ്റാർ കണക്ഷനിൽ 2 തരത്തിലുള്ള വോൾട്ടേജുകളാണ് ഉള്ളത്. ഒന്ന് ലൈൻ വോൾട്ടേജും മറ്റത് ഫേസ് വോൾട്ടേജ്. ഈ കാര്യങ്ങളോ ഈ പേരുകൾ ഓർത്ത് വെച്ചിരിക്കണം. ലൈൻ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ ആരൊക്കെ, ഫേസ് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ ആരൊക്കെ. ഇത് ഓർത്ത് വെച്ചിരിക്കുന്ന എന്തിനാണ് ചോദിച്ചാൽ, ഇത് ഓർത്ത് വെച്ചിരുന്നാൽ ഡെൽറ്റയിലെ കാര്യം നമുക്ക് തന്നെത്താനെ എഴുതും. ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആ ഡെൽറ്റ. ഇത് മാത്രമേ പഠിച്ചു വെച്ചു, എല്ലാം കൂടെ പഠിച്ച് കൺഫ്യൂഷൻ ആക്കരുത്. സ്റ്റാറിന്റെ കാര്യം മാത്രം പഠിച്ചു വെച്ചാൽ ഡെൽറ്റ തന്നെത്താനെ വന്നു. ലൈൻ വോൾട്ടേജ് ആരാ, ഫേസ് വോൾട്ടേജ് ആരാന്നൊക്കെ എഴുതിയോ? പേരുകൾ മാത്രം. ഓക്കെ അല്ലേ? റിലേഷൻ ഡിറൈവ് ചെയ്യണ്ട, ഡെറിവേഷന്റെ ആവശ്യം ഇല്ലാത്തതുകൊണ്ടാ ഡിറൈവ് ചെയ്യാത്ത. സ്റ്റാർ കണക്ഷനിലെ 2 ഇമ്പോർട്ടന്റ് ഇക്വേഷൻസ്. ലൈൻ വോൾട്ടേജ് ഇസ് ഈക്വൽ ടു √3 ടൈംസ് ഫേസ് വോൾട്ടേജ്. ലൈൻ വോൾട്ടേജ് എന്ന് പറയുന്നത് ഫേസ് വോൾട്ടേജിന്റെ √3 ടൈംസ് ആയിരിക്കും. ചില ചോദ്യ പേപ്പറുകളിൽ ഇതേ ക്വസ്റ്റ്യൻ ഇങ്ങനെയും ചോദിച്ചിട്ടുണ്ട്. √3യുടെ വാല്യൂ ആണ് 1.732. ഇനി അത് അറിഞ്ഞില്ല എന്ന് വെച്ചിട്ട് ആ ക്വസ്റ്റ്യൻ മിസ്സാക്കരുത്.
In a star connection, line voltage is equal to √3 times phase voltage. ഒരു റിലേഷനും കൂടെ ഉണ്ട്, കറണ്ടുകൾ തമ്മിലുള്ള റിലേഷൻ. In a star connection, line current is equal to phase current. In a star connection, line current is equal to phase current. എല്ലാ കാര്യവും സ്റ്റാറിനെ സംബന്ധിക്കുന്ന കംപ്ലീറ്റ് കാര്യം, സ്റ്റാർ കണക്ഷനെ സംബന്ധിക്കുന്ന കംപ്ലീറ്റ് കാര്യം. അങ്ങനെയാണെങ്കിൽ ഡെൽറ്റയ്ക്കുള്ള ഇക്വേഷൻ പറയട്ടെ. ഇതേ ഇക്വേഷൻസ് തന്നെയാ, ചെറുതായിട്ടൊന്ന് മാറ്റിയാൽ ഡെൽറ്റയായി. അതുകൊണ്ടാണ് ഞാൻ ഡെൽറ്റയും കൂടെ അതിന്റെ കൂടെ തന്നെ എഴുതിപ്പിക്കുന്നത്. ഡെൽറ്റയിലെ ഇക്വേഷൻ വോൾട്ടേജ് ഇസ് ഈക്വൽ ടു, അല്ലെ ലൈൻ വോൾട്ടേജ് ഇസ് ഈക്വൽ ടു √3 ടൈംസ് ഫേസ് വോൾട്ടേജ് എന്നല്ല, വോൾട്ടേജ് എന്ന് പറയുന്ന സ്ഥലത്ത് കറണ്ട് എന്ന് എഴുതണം. ലൈൻ കറണ്ട് ഇസ് ഈക്വൽ ടു √3 ടൈംസ് ഫേസ് കറണ്ട്. ലൈൻ കറണ്ട് ഇസ് ഈക്വൽ ടു √3 ടൈംസ് ഫേസ് കറണ്ട്. കറണ്ട് വ്യത്യാസമാണെങ്കിൽ വോൾട്ടേജ് സെയിം ആയിരിക്കും ഡെൽറ്റയ്ക്ക്. VL is equal to V phase. ഡെൽറ്റ കണക്ഷനിൽ ലൈൻ വോൾട്ടേജും ഫേസ് വോൾട്ടേജും സെയിം ആയിരിക്കും. ഡെൽറ്റയിൽ കറണ്ട് ആ വ്യത്യാസം. സ്റ്റാറിൽ വോൾട്ടേജ് ആണെങ്കിൽ ഡെൽറ്റയിൽ കറണ്ട്. ഡെൽറ്റയുടെ ബാക്കി കാര്യങ്ങളും കൂടെ പറയാം. രണ്ട് അക്ഷരമുള്ള പേരിനെ സ്റ്റാർ കണക്ഷനിൽ എന്ത് വിളിച്ചു? രണ്ട് ലെറ്റർ ഉള്ള പേരിനെ സ്റ്റാർ കണക്ഷൻ, രണ്ട് ഫേസിന്റെ പേരുള്ളതിനെ ഡെൽറ്റയിൽ സ്റ്റാറിൽ എന്ത് വിളിച്ചു? ലൈൻ എന്ന് വിളിച്ചു. ഡെൽറ്റയിൽ നേരെ ഓപ്പോസിറ്റാ. വോൾട്ടേജ് എന്ന് പറയുന്നത് എല്ലാം കറണ്ട് ആക്കണം. IRY, IYB, IBR അത് ലൈൻ വോൾട്ടേജ് അല്ല. ഇതെല്ലാം കറണ്ട് അപ്പൊ കറണ്ട് ആണ്, പക്ഷെ അത് ഫേസ് ആണ്. സ്റ്റാറിന്റെ നേരെ ഓപ്പോസിറ്റ് ആ ഡെൽറ്റ. ഇതുപോലെ ഇവിടെയും തിരിക്കും. ഒരക്ഷരമുള്ള പേരുകളെ സ്റ്റാറിൽ RN എന്ന് എഴുതരുത്. IR, IY, IB അതിന്റെ പേര് ഫേസ് വോൾട്ടേജ് എന്നല്ല. പിന്നെ എന്ത് കറണ്ട് എന്നാ? ഡെൽറ്റയിൽ നേരെ ഓപ്പോസിറ്റാ. എന്ത് കറണ്ട് എന്നാ? ഫേസ് കറണ്ട് ഇവിടെ വന്നു കഴിഞ്ഞു. ഇനി ആരാ ബാക്കിയുള്ള? ലൈൻ കറണ്ട്. ലൈൻ കറണ്ട്. ഡെൽറ്റയിലെ എല്ലാ കാര്യങ്ങളും ഇവിടെ ഉണ്ട്. സ്റ്റാറിലെയും ഡെൽറ്റയിലെയും എല്ലാ റിലേഷൻസും ഇവിടെ ഉണ്ട്. കറണ്ട് തമ്മിലുള്ള റിലേഷൻ, വോൾട്ടേജ് തമ്മിലുള്ള റിലേഷൻ, കറണ്ടിന്റെ പേരുകൾ, ഏതൊക്കെ കറണ്ടിന് എന്തൊക്കെ പേരാ ഉള്ളത്, അതും ഇവിടെ ഉണ്ട്. ഡെൽറ്റയിലെ റിലേഷൻ മാത്രമേ നമ്മൾ എഴുതിയുള്ളൂ, ഡെൽറ്റയുടെ ഫിഗർ വരച്ചില്ല. റിലേഷൻ ഒരുമിച്ച് എഴുതാൻ പറ്റുന്നത് കൊണ്ടാണ് ഒരുമിച്ച് എഴുതിയത്. ഡെൽറ്റയുടെ ഫിഗറും കൂടെ വരയ്ക്കും. ഡെൽറ്റ കണക്ഷൻ. ഡെൽറ്റയുടെ സിമ്പൽ സൂചിപ്പിക്കുന്നത് പോലെ തന്നെ അതേ ഷേപ്പിലായിരിക്കും ഡെൽറ്റ കണക്ഷൻ ഉള്ളത്. 3 ഇമ്പിഡൻസുകൾ R, Y, B. ZR, ZY, ZB. ഏത് പോയിന്റ് ഇല്ല? ന്യൂട്രൽ പോയിന്റ് ഇല്ല. ന്യൂട്രൽ പോയിന്റ് ഇല്ല. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഡെൽറ്റ കണക്ഷനിൽ ന്യൂട്രൽ പോയിന്റ് ഇല്ല. അപ്പൊ N എന്ന് ബന്ധപ്പെട്ട ഒരു കാര്യവും, ന്യൂട്രലുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യവും ഡെൽറ്റ കണക്ഷനിൽ പറയാൻ പറ്റത്തില്ല. അപ്പൊ ഡെൽറ്റ കണക്ഷൻ കൊടുക്കാൻ എത്ര വയർ മതി? 3 വയർ മതി. 3 വയർ മതി. സ്റ്റാർ കണക്ഷനിൽ ന്യൂട്രൽ അവിടെ ഉണ്ടെന്നേ ഉള്ളൂ. ന്യൂട്രലിൽ നിന്ന് ഒരു വയർ എടുക്കണമെന്ന് നിർബന്ധമില്ല.
ന്യൂട്രൽ ആവശ്യമുള്ള സമയത്ത് മാത്രം ന്യൂട്രൽ എടുത്താൽ മതി. പക്ഷെ ജനറൽ ആയിട്ട് പറയുവാണെങ്കിൽ സ്റ്റാർ കണക്ഷൻ എത്ര വയറുകളൊക്കെ ആവാം? 4 3 ആവാം. ന്യൂട്രൽ എടുക്കുന്നില്ലെങ്കിൽ 3 വയർ മതി സ്റ്റാർ കണക്ഷനിൽ. ന്യൂട്രൽ ആവശ്യമുള്ള കേസുകളിൽ മാത്രമേ ന്യൂട്രലിൽ നിന്ന് കണക്ഷൻ എടുക്കാറുള്ളൂ. അപ്പൊ സ്റ്റാർ കണക്ഷൻ ക്യാൻ ബി 3 വയർ ഓർ 4 വയർ. 3 വയറും ആകാം, ന്യൂട്രലും കൂടെ എടുത്താൽ 4 വയറും ആകാം. പക്ഷെ ഡെൽറ്റ കണക്ഷൻ എപ്പോഴും എന്താ? എത്ര വയറാ ഡെൽറ്റ കണക്ഷൻ എപ്പോഴും? 3 വയറാ. ഇനി എത്ര മെനക്കെട്ടാലും 4ാമതൊരു വയർ എടുക്കാൻ പറ്റത്തില്ല ഡെൽറ്റ കണക്ഷൻ. ഡെൽറ്റ കണക്ഷൻ ഈസ് ഓൾവേസ് എ 3 വയർ കണക്ഷൻ. മാത്രമല്ല കണക്ഷൻ ക്ലോസ്ഡ് ആണ്. ഡെൽറ്റ കണക്ഷൻ എപ്പോഴും ക്ലോസ്ഡ് കണക്ഷൻ ആണ്. ക്ലോസ്ഡ് കണക്ഷൻ. നോ ന്യൂട്രൽ. ന്യൂട്രൽ ഇല്ല. ഈ കാര്യങ്ങളൊക്കെ പ്രധാനപ്പെട്ടത്. ഓൾവേസ് എ 3 വയർ കണക്ഷൻ. ഇതൊക്കെയാണ് ഡെൽറ്റയുടെ പ്രത്യേകത. ഓൾവേസ് എ 3 വയർ കണക്ഷൻ. സ്റ്റാറിന്റെയും ഡെൽറ്റയുടെയും പ്രത്യേകതകളെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. ഡെൽറ്റ കണക്ഷനിൽ ഒരു കോമൺ പോയിന്റ് ഇല്ല എന്ന് പറഞ്ഞാൽ ന്യൂട്രൽ ഇല്ല. എപ്പോഴും 3 വയറുള്ള കണക്ഷൻ ആയിരിക്കും ഡെൽറ്റ കണക്ഷൻ. ത്രീ ഫേസിനെ സംബന്ധിക്കുന്ന കുറച്ച് കാര്യങ്ങളും കൂടെ പറഞ്ഞിട്ട് ത്രീ ഫേസിന്റെ കാര്യം അവിടെ അവസാനിപ്പിക്കാം. അതിലൊന്ന് ഇതാണ്, ZR, ZY, ZB. ഇതൊക്കെ എന്താ? ZR, ZY, ZB ഇതൊക്കെ എന്താ? ഇംപിഡൻസ്. ഓരോ ഫേസുകളുടെ സ്വന്തമായിട്ടുള്ള ഇംപിഡൻസ്. കണ്ടീഷൻ ഇതാണ്, ഇഫ് ZR is equal to ZY is equal to ZB. അവര് 3 പേരും തുല്യമാണെങ്കിൽ, ആരെങ്കിലും ഒരാളെങ്കിലും തുല്യം അല്ലെങ്കിൽ പണി പാടും, ഈ കണ്ടീഷൻ വർക്കൗട്ട് ആവത്തില്ല. 3 പേരും തുല്യമാണെങ്കിൽ ഇറ്റ് ഈസ് കോൾഡ് എ ബാലൻസ്ഡ് കണക്ഷൻ. ഇറ്റ് ഈസ് കോൾഡ് എ ബാലൻസ്ഡ് കണക്ഷൻ. 3 ഇംപിഡൻസുകളും തുല്യമാണെങ്കിൽ ആ കണക്ഷനെ നമ്മൾ ബാലൻസ്ഡ് കണക്ഷൻ എന്ന് വിളിക്കും. ബാലൻസ്ഡ് കണക്ഷന്റെ പ്രത്യേകത ഇതായിരിക്കും. VRY, ആ പുള്ളിയെ നിങ്ങൾക്ക് പരിചയമുണ്ടല്ലോ, എന്ത് വോൾട്ടേജ് അത്? VRY ബുക്കിലോട്ട് നോക്കി പറഞ്ഞു. ലൈൻ വോൾട്ടേജ്. ലൈൻ വോൾട്ടേജ്. ഞാൻ അപ്പുറത്തും ഇപ്പുറത്തും ഒരു വര ഇട്ടേക്കുന്ന എന്തിനാന്ന് ചോദിച്ചാൽ മോഡുലസ് എന്ന് കാണിക്കാൻ വേണ്ടിട്ടാ. മാഗ്നിറ്റ്യൂഡ് മാത്രം. VRYയുടെ മാഗ്നിറ്റ്യൂഡ്, VYBയുടെ മാഗ്നിറ്റ്യൂഡ്, VBRന്റെ മാഗ്നിറ്റ്യൂഡ് എല്ലാം സെയിം ആയിരിക്കും. ലൈൻ വോൾട്ടേജുകളുടെ മാഗ്നിറ്റ്യൂഡ് എല്ലാം തുല്യമായിരിക്കും. അതേപോലെ ഫേസ് വോൾട്ടേജുകളുടെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ വാല്യൂ എന്നാണ് അർത്ഥം. മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞ വാക്ക് കേൾക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ തോന്നുമെങ്കിലും വാല്യൂ എന്നാണ് മാഗ്നിറ്റ്യൂഡിന്റെ അർത്ഥം. അതിന്റെ വാല്യൂ. ഇപ്പൊ കോംപ്ലക്സ് നമ്പർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ AC-നെ പറ്റി കുറെ കാര്യങ്ങൾ പഠിച്ചപ്പോൾ കോംപ്ലക്സ് നമ്പർ പഠിച്ചു. 2 + 3J കോംപ്ലക്സ് നമ്പർ അല്ലേ? ആണോ? അതെ. ഇതില് റിയൽ പാർട്ട് 2ഉം 3 ഇമാജിനറി പാർട്ടും ആണെന്ന് നിങ്ങൾക്ക് അറിയാം. ഇതിനെ ഇങ്ങനെ രീതിയിലല്ലാതെ ഇതിന്റെ മാഗ്നിറ്റ്യൂഡും, അതായത് √3² + 2² ഒരു 4.1 അല്ലെങ്കിൽ 3.8 ഒക്കെ ആയിരിക്കും. 3.8 ആംഗിൾ 36.8 അങ്ങനെയൊക്കെ കിട്ടും ഇതിനെ പോളാർ ആക്കിയ. എന്ന് പറഞ്ഞാൽ ഒരു കോംപ്ലക്സ് നമ്പറിനെ ഒന്നെങ്കിൽ റിയലും ഇമാജിനറി പാർട്ടുമായിട്ട് എഴുതാം, അല്ലെങ്കിൽ ഒരു മാഗ്നിറ്റ്യൂഡും അതിന്റെ ആംഗിളുമായിട്ട് എഴുതാം. ആ മാഗ്നിറ്റ്യൂഡിന്റെ കാര്യമാണ് നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ലൈൻ വോൾട്ടേജസിന്റെ എല്ലാം മാഗ്നിറ്റ്യൂഡും ആംഗിൾ അല്ലാത്ത പോർഷൻ തുല്യമായിരിക്കും. ഫേസ് വോൾട്ടേജുകളുടെ എല്ലാം മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ വാല്യൂ തുല്യമായിരിക്കും. ബാലൻസ്ഡ് കണക്ഷന്റെ പ്രത്യേകതകളെ പറ്റിയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്.
മാഗ്നിറ്റ്യൂഡുകൾ തുല്യമായിരിക്കും. ഒരു കാര്യം കൂടെ ഉണ്ട്. ഇൻ സ്റ്റാർ കണക്ഷൻ ഈ കണ്ടീഷൻ നിലനിൽപ്പുണ്ട്. ZR ഈക്വൽ ടു ZY ഈക്വൽ ടു ZB, അതിനെ നമ്മൾ ബാലൻസ്ഡ് കണ്ടീഷൻ എന്ന് വിളിക്കും. ബാലൻസ്ഡ് കണ്ടീഷനിൽ സ്റ്റാർ കണക്ഷനിൽ IR പ്ലസ് IY പ്ലസ് IB എന്ന് പറയുന്നത് ന്യൂട്രൽ കറണ്ടിന് തുല്യമായിരിക്കും. IR പ്ലസ് IY പ്ലസ് IB ഇസ് ഈക്വൽ ടു ന്യൂട്രൽ കറണ്ട്. ഇത് ബാലൻസ്ഡ് ആണെങ്കിലും അൺബാലൻസ്ഡ് ആണെങ്കിലും ഈ ഇക്വേഷൻ ശരിയാ. എങ്ങനെ വരുന്നു ഞാൻ പറഞ്ഞുതരാമേ. ഇത് 0 ആയിരിക്കും ബാലൻസ്ഡ് കണ്ടീഷൻ. IR പ്ലസ് IY പ്ലസ് IB എന്ന് പറഞ്ഞാൽ ന്യൂട്രൽ പോയിന്റിൽ കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് 0 ആയിരിക്കും ബാലൻസ്ഡ് കണ്ടീഷൻ. ഇൻ എ ബാലൻസ്ഡ് കണ്ടീഷൻ ദ സം ഓഫ് IR പ്ലസ് IY പ്ലസ് R ഫേസിലെ കറണ്ട് പ്ലസ് Y ഫേസിലെ കറണ്ട് പ്ലസ് B ഫേസിലെ കറണ്ട് വിൽ ബി 0. അതായത് ന്യൂട്രലിൽ കൂടെയുള്ള കറണ്ട് എന്തായിരിക്കും? 0 ആയിരിക്കും. 0 ആയിരിക്കും. ഇത് ബാലൻസ്ഡ് കണ്ടീഷന്റെ കാര്യമാണ്. ഇവിടം വരെയുള്ള കാര്യങ്ങൾ എഴുതിയെന്ന് വിചാരിക്കുന്നു. ഇവരിൽ ആരെങ്കിലും ഒരാളോ രണ്ടുപേരോ 3 പേരും വ്യത്യാസമാണെങ്കിലും കുഴപ്പമില്ല, ഒരു ഇൻഇക്വാളിറ്റി വന്നാലും മതി. എവർ ഈക്വൽ ആവാതിരുന്നാലും മതി. ഏതെങ്കിലും ഒരു ആള് സെയിം ആവാതിരിക്കുകയോ 3 പേരും സെയിം ആവാതിരിക്കുകയോ ചെയ്താൽ ആ കണ്ടീഷനെ പറയുന്ന പേരാണ് അൺബാലൻസ്ഡ് കണ്ടീഷൻ. അൺബാലൻസ്ഡ് കണ്ടീഷൻ. അൺബാലൻസ്ഡ് കണ്ടീഷൻ ആണെങ്കിൽ ഈ ഇക്വാളിറ്റി മൊത്തം അങ്ങ് പോകും. എവര് തുല്യമായിരിക്കത്തില്ല. നമ്മൾ നേരത്തെ പറഞ്ഞ ബി, അതൊന്നും എഴുതിയതിലും കാര്യമില്ല. BRY, BYB, BBR അവരും തുല്യമായിരിക്കത്തില്ല. പക്ഷെ ഈ രണ്ട് ഇക്വേഷൻ എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല. അൺബാലൻസ്ഡ് കണ്ടീഷനിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി, ഇത് എത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമല്ല, അതുകൊണ്ടാണ് എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അൺബാലൻസ്ഡ് കണ്ടീഷനിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സംഗതി ഇതാണ്. IR പ്ലസ് IY പ്ലസ് IB അത് കൂട്ടിയാൽ ന്യൂട്രൽ കറണ്ട് തന്നെ കിട്ടും. പക്ഷെ അത് എന്തിന് തുല്യമായിരിക്കത്തില്ല? 0 ആയിരിക്കില്ല. 0 ആയിരിക്കത്തില്ല. ഇതാണ് അൺബാലൻസ്ഡ് കണ്ടീഷന്റെ പ്രത്യേകത. ന്യൂട്രലിൽ കൂടെ അപ്പൊ എന്ത് കാണും? കറണ്ട് ഫ്ലോ ഉണ്ടാവും. കറണ്ട് ഫ്ലോ ഉണ്ടാവും. അൺബാലൻസ്ഡ് കണ്ടീഷനിൽ ന്യൂട്രലിൽ കൂടെ കറണ്ട് ഫ്ലോ ഉണ്ടാവും. അതാണ് അൺബാലൻസ്ഡ് കണ്ടീഷന്റെ പ്രത്യേകത. ഇനി ഇത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കാൻ വേണ്ടി മാത്രം വരയ്ക്കുന്നു എന്നേ ഉള്ളൂ. പടം നിങ്ങൾ വരയ്ക്കണമെന്നൊന്നുമില്ല, കാര്യം മാത്രം മനസ്സിലാക്കിയാൽ മതി. ഇത് R ഫേസ്, ഇത് Y ഫേസ്, ഇത് B ഫേസ്. ഇവിടെ ഇമ്പിഡൻസ് ഒക്കെ ഉണ്ട്, ഞാൻ വരച്ചില്ലെന്നേ ഉള്ളൂ, ഒരു സന്തോഷത്തിന് വേണ്ടി. എല്ലാം കൂടെ വരയ്ക്കണ്ടെന്ന് വിചാരിച്ച് വരച്ചില്ലെന്നേ ഉള്ളൂ. 3 കണക്ഷനുകൾ കൂട്ടിമുട്ടുന്ന പോയിന്റിനെ എന്ത് വിളിക്കും? ന്യൂട്രൽ. അല്ല അല്ല അല്ല, സ്റ്റാർ കണക്ഷൻ അതിനെ ന്യൂട്രൽ എന്ന് വിളിക്കും. എന്തെങ്കിലും കണക്ഷൻസ് കൂട്ടിമുട്ടുന്ന പോയിന്റിനെ ഇലക്ട്രിക്കൽ സർക്യൂട്ട് എന്ത് വിളിക്കും? നിങ്ങൾ KCL പഠിച്ചില്ലേ? കിർച്ചോഫ് കറണ്ട് ലോ പഠിച്ചില്ലേ? ജംഗ്ഷൻ എന്ന് വിളിക്കും. ഞാൻ കിർച്ചോഫ് കറണ്ട് ലോ പഠിച്ചില്ലായിരുന്നോ മക്കളെ? പഠിച്ചായിരുന്നു. ഏതെങ്കിലും കണക്ഷനുകൾ കൂട്ടിമുട്ടുന്ന പോയിന്റിനെ എന്താ വിളിക്കുക? നോഡ് അല്ലെങ്കിൽ ജംഗ്ഷൻ. ഏത് പേര് വിളിച്ചാലും ഓക്കെയാ. ജംഗ്ഷൻ എന്ന പേര് വിളിച്ചാലും ഓക്കെയാ, നോഡ് എന്നുള്ള പേര് വിളിച്ചാലും ഓക്കെയാ. ഇതിൽ ഏത് പേര് വിളിച്ചാലും കൊള്ളാം. കിർച്ചോഫിലെ കറണ്ട് ലോ, കിർച്ചോഫ് കറണ്ട് ലോയിൽ പറഞ്ഞത് എന്തുവാ? ഇതാ, ഇങ്ങോട്ട് കറണ്ടുകൾ വന്നു കയറുവാണെന്ന് വിചാരിച്ചു. ഈ 3 കറണ്ടും വന്നു കയറുവാണെന്ന് വിചാരിച്ചു. I ന്യൂട്രൽ ഇവിടുന്ന് ഇറങ്ങി പോവാണെന്ന് വിചാരിച്ചു. നിങ്ങൾ നേരത്തെ പറഞ്ഞ ഇക്വേഷൻ ആയി കിടക്കുന്നത്. 3 കറണ്ടുകളും വന്നു കയറുന്നു, അത് ന്യൂട്രലിൽ കൂടെ ഇറങ്ങി പോവാണെന്ന് വിചാരിച്ചു. അങ്ങനെയാണെങ്കിൽ IR പ്ലസ് IY പ്ലസ് IB അത് എന്തായിരിക്കും കിർച്ചോഫ് കറണ്ട് ലോ അനുസരിച്ച്? 0 ആണ്. അല്ലല്ല, 0 ആണോ നിർബന്ധമില്ല. വന്നു കയറുന്ന കറണ്ടും ഇറങ്ങിപ്പോകുന്ന കറണ്ടും തുല്യമാണെന്നാണ് കിർച്ചോഫ് പറഞ്ഞത്. മൊത്തം കറണ്ട് കൂട്ടിയാൽ 0 കിട്ടണമെന്ന് പറഞ്ഞു. വന്നു കയറുന്ന കറണ്ട് ഈക്വൽ ടു ഇറങ്ങിപ്പോകുന്ന കറണ്ട് എന്നാണ് കിർച്ചോഫ് പറഞ്ഞത്. IR അകത്തോട്ടാ വന്ന്, IY IB അവർ 3 പേരും അകത്തോട്ടാ വന്നത്.
ഇറങ്ങിപ്പോയ കറണ്ട് ഐ എൻ. പേരിലൂടെ പറഞ്ഞ IR, IY, IB. മൂന്ന് പേരും ഈ പോയിന്റിന് അകത്തോട്ടല്ലേ വന്ന് കയറിയത്. കറണ്ടുകൾ എൻറ്ററിങ് എ ജംഗ്ഷൻ ഈസ് ഈക്വൽ ടു ദ കറണ്ടുകൾ ലീവിങ് എ ജംഗ്ഷൻ. ഈ റൂള് IR പ്ലസ് IY പ്ലസ് IB ഈസ് ഈക്വൽ ടു IN എന്ന് പറയുന്നത് ബാലൻസ്ഡ് ആയാലും അൺബാലൻസ്ഡ് ആയാലും കറക്റ്റാ. കാര്യം കിർച്ചോഫ് കറണ്ട് ലോയ്ക്ക് അറിഞ്ഞൂടാ ബാലൻസ്ഡ് ആണോ അൺബാലൻസ്ഡ് ആണോ. IR പ്ലസ് IY പ്ലസ് IB ഇതൊരു PSC ചോദ്യമായിട്ട് ചോദിച്ചിട്ടുണ്ട്. നമ്മൾ ഈ പഠിച്ച ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻ ആയിട്ട് PSC ചോദിച്ചിട്ടുണ്ട്. എന്താണ് ചോദിച്ചിരുന്നത്? ദ സം ഓഫ് കറണ്ട്സ് അല്ലെങ്കിൽ ദ സം ഓഫ് കറണ്ട് ഓഫ് R phase, Y phase ആൻഡ് D phase is equal to. ഓപ്ഷനും കൂടെ തരട്ടെ, ഓപ്ഷനും കൂടെ. സം ഓഫ് കറണ്ട്സ് ഓഫ് R phase, Y phase അല്ലെങ്കിൽ 3 phases are equal to 1. Always 0. A, B. Always non-zero. C. Neutral current. D. None of these. എന്തായിരുന്നു ഉത്തരം? ന്യൂട്രൽ കറണ്ട് ആണ്. ന്യൂട്രൽ കറണ്ട് ആണ്. സീറോ ആണോ ഇല്ലേന്ന് പറയണമെങ്കിൽ എന്തറിയണം? ബാലൻസ്ഡ് ആണോ അൺബാലൻസ്ഡ് ആണോ എന്ന് അറിയണം. ബാലൻസ്ഡ് ആണോ അൺബാലൻസ്ഡ് ആണോ എന്ന് അറിയാത്ത സ്ഥിതിക്ക് A ആണോ B ആണോ എന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റത്തില്ല. പക്ഷെ ബാലൻസ്ഡ് ആണെങ്കിലും അൺബാലൻസ്ഡ് ആണെങ്കിലും മൂന്ന് കറണ്ട് കൂട്ടിയാൽ എന്തോ കിട്ടും? ന്യൂട്രൽ കറണ്ട് കിട്ടും. ന്യൂട്രൽ കറണ്ട് കിട്ടും. ആ ഇക്വേഷൻ ശരിയാ. ഓക്കെ ആണ്. ഏത് നിയമം വഴിയാ ഇത് നമ്മൾ പ്രൂവ് ചെയ്യുന്നത്? അങ്ങനെയും PSC ചോദിച്ചിട്ടുണ്ട്. ഒരുപാട് പഴയ ഒരു ഇലക്ട്രീഷ്യന്റെ ക്വസ്റ്റ്യൻ പേപ്പർ. കിർച്ചോഫ് കറണ്ട് ലോ. കിർച്ചോഫ് കറണ്ട് ലോ വഴിയാണ് നമ്മൾ ഈ കാര്യം കണ്ടത്. അതും PSC ചോദിച്ചു. ഇനി ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ. ഇതേ ക്വസ്റ്റ്യൻ ഇതൊക്കെ എഴുതിയോ മക്കളെ? അൺബാലൻസ്ഡ് കണ്ടീഷന്റെ കാര്യങ്ങളൊക്കെ എഴുതിയോ? വായിച്ചോട്ടെ. ഇതേ ക്വസ്റ്റ്യൻ നിങ്ങളോട് ഇപ്പം ചോദിച്ച ക്വസ്റ്റ്യൻ, നമ്മൾ ഈ പഠിച്ച ഏരിയ എന്നുള്ള ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഈ പറയുന്നത്. ഇതേ ക്വസ്റ്റ്യൻ ഞാൻ ഒന്ന് മോഡിഫൈ ചെയ്യുവാണ്. ABCD ഓപ്ഷൻ ഇതുപോലെ തന്നെ. ഇന്നെ ബാലൻസ്ഡ് സ്റ്റാർ കണക്ഷൻ. ഏതാ ഉത്തരം? 0. ഓൾവേസ് 0. ബാലൻസ്ഡ് ആണെങ്കിൽ മൂന്ന് കറണ്ടും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 0 വരും. പിന്നെ ബാലൻസ്ഡ് സ്റ്റാർ കണക്ഷൻ എന്ന് മാത്രമല്ലേ ചോദ്യം. സം ഓഫ് ദ 3 phase currents. സം ഓഫ് ദ phase currents മൂന്നും കൂടെ കൂട്ടിയാൽ ഓൾവേസ് 0. ഇനി ഒരു ക്വസ്റ്റ്യനും കൂടെ ഇത് വെച്ച് തന്നെ ചോദിക്കുവാണ്. ഇതേ കാര്യം തന്നെയാണ്, പക്ഷെ ഞാൻ ഓപ്ഷൻ ഒന്ന് മാറ്റി. അവസാനത്തെ ഓപ്ഷൻ മാറ്റി. ഇനി ഇതേ ക്വസ്റ്റ്യൻ. ഇൻ ആൻഡ് അൺബാലൻസ്ഡ് സ്റ്റാർ കണക്ഷൻ സം ഓഫ് ദ phase currents. ഉത്തരം പറ. അൺബാലൻസ്ഡ് കണക്ഷൻ ആണെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന ഉത്തരം എന്ന് പറഞ്ഞേ. ഓപ്ഷൻ പിന്നെ നോക്കാം. അൺബാലൻസ്ഡ് കണക്ഷൻ ആണെങ്കിൽ മൂന്ന് കറണ്ടും കൂടെ കൂട്ടിയാൽ ന്യൂട്രൽ കറണ്ട് കിട്ടും. അപ്പൊ C ഉത്തരമാകാനുള്ള സാധ്യതയുണ്ട്. അൺബാലൻസ്ഡ് കണക്ഷൻ ആണെങ്കിൽ ഈ മൂന്ന് കറണ്ടും കൂടെ കൂട്ടിയാൽ കിട്ടുന്ന വാല്യൂ എപ്പോഴും എന്തായിരിക്കും? നോൺ സീറോ ആയിരിക്കും. അപ്പം ന്യൂട്രൽ കറണ്ട് എന്നുള്ളതും ശരിയാ, നോൺ സീറോ എന്നുള്ളത് ശരിയാ. അപ്പൊ ഏതാ ഓപ്ഷൻ? ഡി. ഏതാ ഓപ്ഷൻ? ഡി. ബോത്ത് ബി ആൻഡ് സി. ബിയും ആകാം സിയും ആകാം. ബോത്ത് ബി ആൻഡ് സി പറയാൻ.
അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഇത് നമ്മൾ പഠിക്കണമെന്നുണ്ടെങ്കിൽ ബാലൻസ്ഡ് എന്തുവാ, അൺബാലൻസ്ഡ് എന്തുവാ, IR, IY, IB എന്തുവാ, അവരെ കൂട്ടിയാൽ 0 അല്ലെങ്കിൽ ന്യൂട്രൽ എന്തുവാ, ഇതൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യം ആ ഫിഗറുകൾ വരപ്പിച്ചത്. ന്യൂട്രൽ എന്തുവാ, ഫേസ് എന്തുവാ, കറണ്ടുകൾ കൂട്ടുമ്പോൾ 0 കിട്ടുന്നെന്ന് പറയുന്നത് എന്തിനാ, ബാലൻസ്ഡ് എന്ന് പറഞ്ഞാൽ എന്തുവാ, അൺബാലൻസ്ഡ് എന്ന് പറഞ്ഞാൽ എന്തുവാ. ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഇങ്ങനെ. ഇതിന് ഫിഗർ അറിയണമെന്നില്ല, പക്ഷെ ഫിഗർ നമ്മുടെ മനസ്സിൽ കിടന്നാലേ ഇത്തരം കാര്യങ്ങളോട്ട് നമുക്ക് ആലോചിച്ച് എത്താൻ പറ്റുള്ളൂ. അപ്പൊ 3 ഫേസിന്റെ സ്റ്റാറിലും ഡെൽറ്റയിലും നമ്മൾ ബേസിക് ആയിട്ട് പറയാനുള്ള കാര്യങ്ങളൊക്കെയാ ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത്. ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് 3 ഫേസിനെ അവസാനിപ്പിക്കാം. ആ കാര്യം ഇതാണ്. പവർ ട്രയാങ്കിൾ വരച്ചായിരുന്നോ ഇത് നേരത്തെ? നേരത്തെ എപ്പോഴെങ്കിലും വരച്ചായിരുന്നു? ഇല്ലല്ലോ. നിങ്ങൾ പഠിച്ച കാര്യം തന്നെയാണ് ഞാൻ ഒരു ട്രയാങ്കിളിന്റെ രൂപത്തിൽ വരയ്ക്കുന്നത്. ഇത് എന്ത് ട്രയാങ്കിളാ? ആ 90 ഡിഗ്രി ഉള്ള ഒരു ട്രയാങ്കിൾ, റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ. റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിളിന്റെ ഈ വര എന്ത് പറയും? ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് അല്ലേ, മാത്സ് ആണ്. ഇതിനെ ബേസ് എന്നാ പറയുക, ഇതിനെ ഓൾട്ടിറ്റ്യൂഡ് എന്നാ പറയുക. ഈ വരേനെയോ? ഹൈപ്പോട്ടന്യൂസ്. അതല്ല പ്രധാനം, ഇതാണ് പ്രധാനം. ഇത് പി ആണ്. പി എന്ന് പറഞ്ഞാൽ ഏത് പവർ? ആക്റ്റീവ് പവർ. യൂണിറ്റ് kW. ഇക്വേഷൻ VI cos θ. ഇത് നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച കാര്യമാണ് ആണോ? പവറുകളുടെ കഴിഞ്ഞ ക്ലാസ്സിൽ അല്ലയോ പഠിച്ചേ? കഴിഞ്ഞ ക്ലാസ് പഠിച്ചോ? ഞാനൊരു ട്രയാങ്കിൾ രൂപത്തിൽ അവരെ വരച്ചു എന്നേ ഉള്ളേ. ഇത് Q ആണ്. Q ഏത് പവറാ മക്കളെ? അങ്ങനെയാണെങ്കിൽ പറഞ്ഞു തരുമോ? Q എന്ന് പറഞ്ഞാൽ ഏത് പവറാ? ടോട്ടൽ റിയാക്റ്റീവ് പവർ ആണ് Q. യൂണിറ്റോ? വാർ. ഒന്നെങ്കിൽ വാർ അല്ലെങ്കിൽ kVAR എന്ന് എഴുതാം. ഇക്വേഷൻ VI sin θ. പിന്റെ ക്യൂവിന്റെ സം ആയത് ടോട്ടൽ. അപ്പൊ ഇത് ഏത് പവർ? അപ്പാരന്റ് അല്ലെങ്കിൽ ടോട്ടൽ പവർ. അപ്പാരന്റ് ഓർ ടോട്ടൽ പവർ. ഇക്വേഷൻ V into I. സിമ്പല് S. നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച ട്രയാങ്കിൾ കാര്യം തന്നെ ഞാനൊരു ട്രയാങ്കിൾ രൂപത്തിൽ വരച്ചു. പവർ ട്രയാങ്കിൾ. ഇതിനകത്ത് എനിക്ക് ഒരു കാര്യം കൂടെ കണ്ടുപിടിച്ച് തരുമോ? കോസ് തീറ്റ. കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ ആരാണെന്ന് നിങ്ങൾക്ക് അറിയാം. കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ ആരാ? AC ഫണ്ടമെന്റൽസ് പഠിച്ചപ്പോൾ പവർ ഫാക്ടർ. ഇതിനകത്തുനിന്ന് കോസ് തീറ്റ ഒന്ന് കണ്ടുപിടിച്ച് തരുമോ? കോസ് തീറ്റയുടെ മാത്സിലെ ഡെഫിനിഷൻ അനുസരിച്ച് കോസ് തീറ്റ എന്ന് പറയുന്നത് ഒരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിളിന്റെ അഡ്ജസന്റ് സൈഡ്, അടുത്തുള്ള സൈഡ്, തീറ്റയോട് അടുത്തുള്ള സൈഡ് ബൈ ഹൈപ്പോട്ടെന്യൂസ്. തീറ്റയോട് അടുത്തുള്ള സൈഡ്. ആ ഇക്വേഷൻ അറിയാത്തവർ അതും കൂടെ എഴുതി വെക്കണേ. എന്റെ മക്കളെ, ഇത് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് അല്ല, മാത്സാ. നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ചും കൂടെ വിശദമായിട്ട് പറയുന്നത്. കോസ് തീറ്റ എന്ന് പറയുന്ന ആ സംഗതിയുടെ ഇക്വേഷൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാ ഞാൻ ഈ വൃത്തിയായിട്ട ഇക്വേഷൻ ഒക്കെ ഒന്നും കൂടെ പറയുന്നത്. കോസ് തീറ്റ ഇസ് ഈക്വൽ ടു അഡ്ജസന്റ് എന്ന് പറഞ്ഞാൽ അടുത്തുള്ളത്. അതുകൂടെ എഴുതി വെച്ചേക്കണം. അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടെന്യൂസ്. അടുത്തുള്ള സൈഡ് ഇതാണോ സാർ? ഇതല്ലേ എന്ന് പറയും. ഇത് ഹൈപ്പോട്ടെന്യൂസ് ആണ്. ഇതാ അടുത്തുള്ള സൈഡ്. ദൂരെയുള്ള സൈഡ് ഇത്. ഓക്കെ, തീറ്റയോട് അടുത്തുള്ള സൈഡ് ഇത്, ദൂരെയുള്ള സൈഡ്. കോസ് തീറ്റ ഇസ് ഈക്വൽ ടു അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടെന്യൂസ്. അപ്പൊ ഈ ട്രയാങ്കിളിൽ നിന്ന് കോസ് തീറ്റ ഒന്ന് പറഞ്ഞു തന്നെ. കോസ് തീറ്റ അടുത്തുള്ള സൈഡ് ഏതാ? ആക്റ്റീവ് പവർ P. ഹൈപ്പോട്ടെന്യൂസ് ആരാ? ടോട്ടൽ പവർ P/S.
അല്ലെങ്കിൽ കോസ് തീറ്റ അല്ലെങ്കിൽ പവർ ഫാക്ടർ ഇസ് ഈക്വൽ ടു KW/KVA. കോസ് തീറ്റയ്ക്ക് ഇങ്ങനെ ഒരു ഡെഫിനിഷനും കൂടെ ഉണ്ട് പവർ ഫാക്ടർ. നിങ്ങൾ നേരത്തെ പഠിച്ച പവർ ഫാക്ടർ എന്തുവാ? കൊസൈൻ ഓഫ് ആംഗിൾ ബിറ്റ്വീൻ വോൾട്ടേജ് ആൻഡ് കറണ്ട്. വോൾട്ടേജിനും കറണ്ടിനും ഇടയ്ക്കുള്ള ആംഗിളിനെ ഫേസ് ആംഗിൾ എന്ന് വിളിച്ച് ഫേസ് ആംഗിളിന്റെ കോസ് വാല്യൂവിനെ നിങ്ങൾ ഇന്ന് വരെ പവർ ഫാക്ടർ എന്ന് വിളിച്ചോണ്ട്. യഥാർത്ഥത്തിൽ പവർ ഫാക്ടർ എന്തും കൂടെയാണ്? റേഷ്യോ ഓഫ് ഏത് പവർ ടു ഏത് പവർ? ഏത് പവർ ടു ഏത് പവർ? ആക്റ്റീവ് പവർ. ആക്റ്റീവ് പവർ ടു ടോട്ടൽ പവർ. അപ്പൊ കോസ് തീറ്റയുടെ ആ ഡെഫിനിഷനോട് എഴുതി വെക്കണേ. കോസ് തീറ്റ അല്ലെങ്കിൽ പവർ ഫാക്ടർ. പവർ ഫാക്ടർ ഈസ് ദ റേഷ്യോ ഓഫ് ആക്റ്റീവ് പവർ ടു ദ ടോട്ടൽ പവർ. ആക്റ്റീവ് പവർ ടു ദ ടോട്ടൽ പവർ. P/S അല്ലെങ്കിൽ KW/KVA. ഈ കോസ് തീറ്റയുടെ മാത്സിലെ ഇക്വേഷൻ ഇതിനകത്തോട് അപ്ലൈ ചെയ്യുക മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. പുതിയ ഇക്വേഷൻ ഒന്നും ഞാനായിട്ട് ഉണ്ടാക്കിയതല്ല. കോസ് തീറ്റ എന്തുവാന്നുള്ളത് ഈ ട്രയാങ്കിളിലോട്ട് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തത് മാത്രമേ ഉള്ളൂ. പവർ ഫാക്ടറിന്റെ ഒരു ഇക്വേഷൻ കൂടെ നിങ്ങൾക്ക് കിട്ടും. ഇനി ഇതേ പവർ ട്രയാങ്കിള് ഞാൻ ഒന്നും കൂടെ വരയ്ക്കും. സെയിം കാര്യമാ, പക്ഷെ 3 ഫേസിന് പവർ ട്രയാങ്കിളും കൂടെ വരയ്ക്കും. 3 ഫേസിലും പിയും ക്യൂവും എസും ഒക്കെ ഇത് തന്നെയാ. ഇക്വേഷന് മാത്രം ചെറിയൊരു വ്യത്യാസം. പിയും ക്യൂവും എസും ഒക്കെ സെയിം തന്നെയാ, പേര് സെയിം തന്നെയാ, യൂണിറ്റ് സെയിം തന്നെയാ, എല്ലാം സെയിം. ഇക്വേഷൻ മാത്രം വ്യത്യാസം. ആക്റ്റീവ് പവറിന്റെ ഇക്വേഷൻ √3 VL/IL cos തീറ്റ. നേരത്തെ എഴുതിയ പോലെ തന്നെ നമ്മൾ നേരത്തെ VI cos തീറ്റ ആണ് എഴുതിയെ. അതിന് പകരം √3 VL. എന്തുവാ VL? ലൈൻ വോൾട്ടേജ്. എന്തുവാ IL? ലൈൻ കറണ്ട്. ലൈൻ കറണ്ട്. റിയാക്റ്റീവ് പവറിന്റെ ഇക്വേഷൻ √3 VL/IL sin തീറ്റ. ടോട്ടൽ പവറിന്റെ ഇക്വേഷൻ √3 VL/IL. ആ ഇക്വേഷനുകൾ മാത്രമേ മാറ്റമുള്ളൂ. ട്രയാങ്കിൾ അതുപോലെ, ആക്റ്റീവ് പവർ, റിയാക്റ്റീവ് പവർ, ടോട്ടൽ പവർ പേരുകൾ അതുപോലെ, യൂണിറ്റുകളും അതുപോലെ. ആകപ്പാട് ഇക്വേഷനിൽ മാത്രമേ ഉള്ളൂ വ്യത്യാസം. 3 ഫേസിന്റെ പവർ ട്രയാങ്കിളാണ് നമ്മൾ ഇപ്പൊ വരച്ചത്. 3 ഫേസിനുള്ള പവർ ട്രയാങ്കിൾ. ഓക്കെ അല്ലേ? ഇതിനകത്ത് പവർ ഫാക്ടറിന്റെ ഇക്വേഷന് മാറ്റമൊന്നുമില്ല. ഇതിനകത്ത് നിങ്ങൾ കോസ് തീറ്റ കണ്ടുപിടിച്ചാലും P/Q P/S തന്നെ വരും. ഒന്ന് മ്യൂട്ട് ചെയ്യൂ. ഒന്ന് മ്യൂട്ട് ചെയ്യൂ. അപ്പൊ ആക്റ്റീവ് പവർ, റിയാക്റ്റീവ് പവർ, ടോട്ടൽ പവറിന്റെ ഇക്വേഷൻ പവർ ട്രയാങ്കിൾ രൂപത്തിൽ നമ്മൾ എഴുതിയിട്ടുണ്ട്. ഓക്കെ ആണ്. ആക്റ്റീവ് പവർ എന്ന് പറഞ്ഞാൽ ആരുടെ പവറാണ് മക്കളെ? ആക്റ്റീവ് പവർ എന്ന് പറഞ്ഞാൽ ആരുടെ പവറാണ്? കഴിഞ്ഞ ക്ലാസ് പറഞ്ഞ കാര്യമല്ലേ? ആക്റ്റീവ് പവർ എന്ന് പറഞ്ഞാൽ ആരുടെ പവറാണ്? റെസിസ്റ്റൻസിന്റെ. മനസ്സിലിരിപ്പുണ്ട് ആക്റ്റീവ് പവർ എന്ന് പറഞ്ഞാൽ റെസിസ്റ്റൻസിന്റെ പവർ ആണെന്ന്. പ്യുവർലി റെസിസ്റ്റീവ് സർക്യൂട്ടിലെ പവർ ഫാക്ടർ എത്ര?
യൂണിറ്റ്. യൂണിറ്റ്. ഈ രണ്ട് കാര്യങ്ങൾ മനസ്സിലിരിപ്പുണ്ട്. അപ്പൊ ഞാൻ രണ്ടുമൂന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കുവാണ്. Cos theta equal to active power by total power. Purely resistive സർക്യൂട്ടിൽ ആക്റ്റീവ് പവർ ഫാക്ടറിന്റെ വാല്യൂ എന്തുവാ? പ്യുവർലി റെസിസ്റ്റീവ് സർക്യൂട്ടിൽ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ cos theta 1 അല്ലേ? അല്ലേ? പവർ ഫാക്ടർ 1 ആവുമ്പോഴല്ലേ നിങ്ങൾ യൂണിറ്റ് എന്ന് വിളിച്ചു. അതെ. പവർ ഫാക്ടർ 1 ആവണമെങ്കിൽ പിയും എസും എന്തായിരിക്കണം? സെയിം വാല്യൂ. സെയിം വാല്യൂ ആയിരിക്കണം. എസ് എന്ന് പറഞ്ഞാൽ എന്താ? ടോട്ടൽ. നിങ്ങൾ കൊടുത്ത ടോട്ടൽ മൊത്തം പവറും എന്തായിട്ട് മാറി? ആക്റ്റീവ് പവർ. ആക്റ്റീവ് പവർ ആയിട്ട് മാറി. ആ കേസിലാണ് പവർ ഫാക്ടർ 1 ആവുന്നത്. നിങ്ങൾ കൊടുത്ത ടോട്ടൽ പവറും ആക്റ്റീവ് പവറും സെയിം ആയി. അപ്പൊ ക്വസ്റ്റ്യൻ ഇതാ, ഇന്നെ പ്യുവർലി റെസിസ്റ്റീവ് സർക്യൂട്ട്, ഓപ്ഷൻ എ, P is greater than S, P is less than S, P is equal to S. None of the above. P is equal to S. P is equal to S. പിന്നെ ഇതിനകത്ത് ഒരെണ്ണം ഉറപ്പായിട്ട് തെറ്റാ നമുക്കറിയാം. P is greater than S. ടോട്ടൽ പവർ S ആ. അതിനേക്കാൾ വലുതാവും അതിന്റെ ഒരു കഷ്ണം. ടോട്ടൽ പവറിന്റെ രണ്ട് കമ്പോണൻസ് ആണ്. ടോട്ടൽ പവർ എസിന്റെ രണ്ട് കഷ്ണങ്ങളാണ് പിയും ക്യൂവും. ഇവിടെ ഒന്നാമത്തെ ഓപ്ഷൻ നോക്കേ, പി എസിനേക്കാൾ വലുതാണെന്നാ പറയുന്നത്. എസിന്റെ ഒരു കഷ്ണമാ പി. പി എപ്പോഴെങ്കിലും എസിനേക്കാൾ വലുതാവോ? ഇല്ല. ഒരു കാരണവശാലും എസിനേക്കാൾ വലുതാവത്തില്ല. ആ കാര്യം മനസ്സിൽ വെച്ചോണം. പിന്നെ പ്യുവർലി റെസിസ്റ്റീവ് സർക്യൂട്ട് ഈ കാര്യം പറഞ്ഞത്. ഓക്കെ ആണ്? ഇനി പിന്നെ പ്യുവർലി റെസിസ്റ്റീവ് എന്ന് പറയുന്നതിന് പകരം ഇന്നെ പ്യുവർലി കപ്പാസിറ്റീവ് സർക്യൂട്ട്, ഓപ്ഷൻസ് കൂടെ ഞാൻ മാറ്റും. പിന്നെ പ്യുവർലി കപ്പാസിറ്റീവ് സർക്യൂട്ട്, Q is greater than S, Q is less than S, Q is equal to S, none of the above. ഇതറിയാൻ വലിയ പ്രശ്നമൊന്നുമില്ല. പ്യുവർലി കപ്പാസിറ്റീവ് സർക്യൂട്ടിലെ ഫേസ് ആംഗിൾ എത്ര? 90. ഈ കോസ് തീറ്റ ഒന്ന് ഇട്ട് കൊടുത്തേ. cos 90 എത്രയാ? 0. ടോട്ടൽ പവർ എന്തായാലും 0 ആവത്തില്ല. ഇത് 0 ആവണമെങ്കിൽ പിന്നെ ആര് 0 ആവണം? ഈ ഒരു റേഷ്യോ 0 ആവണമെങ്കിൽ ആര് 0 ആവണോടോ? x/y. അത് 0 ആവണമെങ്കിൽ ആ ന്യൂമറേറ്റർ 0 ആയാലും ഇത് 0 ആവത്തുള്ളൂ. അപ്പൊ ആര് 0 ആയി? പി 0 ആയി. പി 0 ആകുക എന്ന് പറഞ്ഞാൽ ഏത് പവർ ഇല്ലെന്ന അർത്ഥം? അപ്പൊ കൊടുക്കുന്ന പവർ കംപ്ലീറ്റ് എന്തുവാ? റിയാക്റ്റീവ് പവർ. ഇനി പറയാതാ ഉത്തരം. Q is equal to S. കൊടുത്ത പവർ മൊത്തം റിയാക്റ്റീവ് പവറാണ്. ടോട്ടൽ പവർ നടക്കുന്നത് അത് മൊത്തം റിയാക്റ്റീവാ പ്യുവർലി കപ്പാസിറ്റീവിന്റെ കേസ്. ഇതേ ക്വസ്റ്റ്യൻ വാലിഡാ എവിടെ? പ്യുവർലി ഇൻഡക്റ്റീവ്. അതിന്റെ ഉത്തരം എന്ന് പറഞ്ഞേ. പ്യുവർലി ഇൻഡക്റ്റീവ്.
പ്യുവർലി ഇൻഡക്റ്റീവ് ആണെങ്കിൽ ഫേസ് ആംഗിൾ എത്ര? 90 degree. 90 ഡിഗ്രി. കോസ് 90 എത്ര? 0. 0. അപ്പൊ ആര് 0? True power 0. ട്രൂ പവർ അല്ലെങ്കിൽ ആക്റ്റീവ് പവർ 0. ആക്റ്റീവ് പവർ 0 ആയാൽ പിന്നെ പവർ മൊത്തത്തിൽ ആരാ? ദാണ്ട എസ് എന്ന് പറഞ്ഞാൽ പിയും ക്യൂ ആ. ഇതിനകത്ത് ഇയാളില്ല. പിന്നെ എസ് മൊത്തത്തിൽ ആരാ? Reactive power. റിയാക്റ്റീവ് പവർ. ഇയാളുടെ കയ്യിൽ 10 കിലോ അരിയുണ്ട്. ഇയാൾ 7 കിലോ, ഇയാൾ 3 കിലോ ആയിട്ട് എടുത്താൽ ഇയാളാ വലുത്. ഇയാളില്ല എങ്കിൽ പിന്നെ മൊത്തം അരി ആർക്ക് കിട്ടും? ഇയാൾക്ക് തന്നെ കിട്ടും. ഇനി ആൻസർ പറ. പ്യുവർലി ഇൻഡക്റ്റീവ് സർക്യൂട്ടിന്റെ ആൻസർ എന്ത് തന്നെ ആയിരിക്കും? Q is equal to S. Q is equal to S. കൊടുക്കുന്ന പവർ മൊത്തം റിയാക്റ്റീവ് ആയിട്ടായിരിക്കും പോകുന്നത്. നമ്മൾ ആ ആദ്യം ഓപ്ഷൻ എഴുതിയത് തൊട്ട് ഇതുവരെയൊക്കെ ഈ പറഞ്ഞ കാര്യങ്ങൾ സിമ്പിൾ ആയിട്ട് നമ്മുടെ അടുത്ത് ക്വസ്റ്റ്യൻ രൂപത്തിൽ ചോദിക്കാവുന്നതാണ്. നമുക്ക് ആ കൺസെപ്റ്റ് കൃത്യമായിട്ട് അറിയാമെങ്കിൽ ഈ ക്വസ്റ്റ്യനുകൾ കൺഫ്യൂഷൻ ഇല്ലാതെ ചെയ്യാം. കൃത്യം ഒരു ഐഡിയ ഇല്ലാത്തവര് ഈ ക്വസ്റ്റ്യൻ ഒരിക്കലും ചെയ്യത്തുമില്ല. അതുകൊണ്ട് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യനുകൾ വായിച്ചു നോക്കിയിട്ട് ഒന്ന് ആലോചിച്ച് എഴുതേണ്ട ആവശ്യമുള്ള ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യനുകൾ ഉറപ്പായിട്ടും റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻ ആയിരിക്കും. റാങ്ക് മുന്നിലോട്ട് കൊണ്ടുപോകുന്ന ക്വസ്റ്റ്യൻ ആയിരിക്കും. കാരണം എല്ലാവരും ഇത് അറ്റംപ്റ്റ് ചെയ്യാനുള്ള സാധ്യത കുറവാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം ക്വസ്റ്റ്യനുകൾ റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യന്റെ ഗണത്തിൽപ്പെടുന്ന ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ ആണ്. ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് നിർത്താം. പവർ ട്രയാങ്കിൾ വരച്ചതുപോലെ ഒരു ട്രയാങ്കിളും കൂടെ ഉണ്ട്. കാണാതെ പഠിക്കേണ്ട കാര്യമൊന്നുമല്ല. പവർ ട്രയാങ്കിൾ അറിയാമെങ്കിൽ അത് മാത്രം മതി ഇതറിയാൻ. ഇംപിഡൻസ് ട്രയാങ്കിൾ വീണ്ടും ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ തന്നെയാണ്. തീറ്റ, ഇത് 90 ഡിഗ്രി, ഹൈപ്പോട്ടന്യൂസ് എല്ലാം ഉണ്ട്. ആക്റ്റീവ് പവർ ആരുടെ പവർ ആയിരുന്നു? Resistance. അപ്പൊ ആക്റ്റീവ് പവറിനെ എഴുതിയ സ്ഥലത്ത് റെസിസ്റ്റൻസിനെ എങ്ങനെ എഴുതണം? റിയാക്റ്റീവ് പവർ ആരുടെ പവർ ആയിരുന്നു? Inductive or capacitive. ഇൻഡക്റ്റീവ് ഓർ കപ്പാസിറ്റീവ് അല്ലെങ്കിൽ റിയാക്റ്റൻസിന്റെ പവർ ആയിരുന്നു റിയാക്റ്റീവ് പവർ. അപ്പൊ ഇവിടെ റിയാക്റ്റീവ് പവർ എഴുതിയ സ്ഥലത്ത് റിയാക്റ്റൻസിനെ എഴുതാം. റെസിസ്റ്റൻസിന്റെയും റിയാക്റ്റൻസിന്റെയും കൂടെ ടോട്ടലിനെ എന്ത് പേര് വിളിക്കും? Impedance. ഇംപിഡൻസ്. ഇതാണ് ഇംപിഡൻസ് ട്രയാങ്കിൾ. നേരത്തെ പറഞ്ഞ പവർ ട്രയാങ്കിൾ തന്നെയാണ്. ആ ആൾക്കാർ ആരൊക്കെയാന്ന് എഴുതിയപ്പോ അതിന്റെ പേര് ഇംപിഡൻസ് ട്രയാങ്കിൾ എന്നായി. അതവിടെ നിൽക്കട്ടെ. എന്റെ പ്രശ്നം വേറെയാണ്. ഇതിനകത്തെ കോസ് തീറ്റ ഒന്ന് കണ്ടുപിടിച്ചു തരൂ. R by Z. R by Z, adjacent side. നേരത്തെ എഴുതിയ ഇക്വേഷൻ. adjacent side അടുത്തുള്ള സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. പവർ ഫാക്ടറിന്റെ മൂന്നാമത്തെ ഇക്വേഷൻ കണ്ട. തൊട്ട് മുന്നേ ഒരു ഇക്വേഷൻ എഴുതിയായിരുന്നു. പവർ ഫാക്ടർ ഇസ് ഈക്വൽ ടു P by S. അതുപോലെ പവർ ഫാക്ടർ ഇസ് ദ റേഷ്യോ ഓഫ് റെസിസ്റ്റൻസ് ടു ഇംപിഡൻസ്. എഴുതി വെച്ചോ. പവർ ഫാക്ടർ is the ratio of resistance to impedance. Power factor is the ratio of resistance to impedance. നേരത്തെ വരച്ച പവർ ട്രയാങ്കിൾ തന്നെയാണ് ഇംപിഡൻസ് ട്രയാങ്കിൾ എന്നുള്ള പേരിൽ വരച്ചേക്കുന്നത്. പക്ഷെ ഇംപിഡൻസുകൾ റെസിസ്റ്റൻസും റിയാക്റ്റൻസും ഇംപിഡൻസും മാത്രം വരച്ചാൽ അതിന്റെ പേര് ഇംപിഡൻസ് ട്രയാങ്കിൾ ആണ്. വരച്ചു. പവർ ഫാക്ടറിന്റെ ഇക്വേഷൻ എഴുതി എന്ന് വിചാരിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇലക്ട്രോസ്റ്റാറ്റിക്സും കുറച്ച് മാഗ്നറ്റിസവും പഠിക്കാം.
ഇന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മാക്സിമം മനസ്സിലാവുന്ന രീതിയിലാണ് പറഞ്ഞു തന്നിട്ടുള്ള കൺസെപ്റ്റൽ ആയിട്ടുള്ള കാര്യങ്ങളാ. മെക്കാനിക്കലുകാർക്കും മനസ്സിലായെന്നാണ് വിചാരിക്കുന്നത്. അപ്പൊ അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, ടാറ്റ. ഓക്കെ, താങ്ക് യു. സാറേ ലീവ് ചെയ്തോട്ടെ.